സോ മക്കളെ, ബയോളജിയിൽ നിങ്ങൾക്കറിയാം മോളിക്കുലാർ ബേസിസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അതേപോലെ തന്നെ നീറ്റിന് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നത് അത് ഫിസിക്സോ കെമിസ്ട്രിയോ ബോട്ടണിയോ സുവോളജി ഏതെടുത്താലും ഏത് ചാപ്റ്ററാണ്? മോളിക്കുലാറാണ്. വലിയ ചാപ്റ്ററാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. എന്നാലും നമ്മൾ അതിലുള്ള ഒരുപാട് കോൺസെപ്റ്റുകളൊക്കെ കവർ ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്ത ഒരു സ്ലൈഡുകളാണ്. 75ഓളം ക്വസ്റ്റ്യനുകൾ ഞാൻ മക്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്തായാലും എന്താണ്, ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങൾ കാണുന്നു, നിങ്ങൾ ആൻസർ ചെയ്യുന്നു എങ്കിൽ യു ആർ പെർഫെക്റ്റ് എന്ന് ഞാൻ പറയും. എന്നാണ്, നിങ്ങൾ പെർഫെക്റ്റ്ലി ഈ ചാപ്റ്റർ സെറ്റാണെന്ന് പറയും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ഈ ചോദ്യങ്ങൾ ഞാൻ എടുത്തതിന് ശേഷം അതിൻ്റെ സ്ലൈഡ്സൊക്കെ വെച്ച് ഒന്നുകൂടി എന്ത് ചെയ്യണം, പക്കയായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. സോ നമ്മൾ ഒരുപാട് സമയമൊന്നും നമുക്ക് പറയാനില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ്ലി ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം തന്നെ നിങ്ങളെ ഒരു കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വലുപ്പം തോന്നുന്നൊരു ചോദ്യമാണ്. നോക്കി, റീഡ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊന്ന് റീഡ് ചെയ്യുക ആൻഡ് ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. താഴെയുള്ളതിൽ കറക്റ്റ് ഏതാണെന്ന് നോക്കണം. ഓക്കെ, ഒന്ന്, യു ക്രൊമാറ്റിൻ ഈസ് ലൂസ്ലി പാക്ഡ് ക്രൊമാറ്റിൻ. ശരിയല്ലേ? ഒരു DNA നമ്മൾ നോക്കിയാൽ ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള ക്രൊമാറ്റിനെ നമ്മൾ യു ക്രൊമാറ്റിൻ എന്നും, അതേസമയം ഇവിടെ നോക്കി ടൈറ്റ്ലി പാക്ഡ് ആയത് എന്തായിരുന്നു? ഹെറ്റിറോ ക്രൊമാറ്റിൻ ആണ്. ടൈറ്റ്ലി പാക്ഡ് എന്താണ്? ഹെറ്റിറോ ക്രൊമാറ്റിൻ ആണ്. ലൂസ്ലി പാക്ഡ് യു ക്രൊമാറ്റിൻ ആണ്. ആണല്ലോ, ഇത് നിങ്ങൾക്കറിയാലോ. സോ ഒന്നാമത്തെ ശരിയാണ്, യു ക്രൊമാറ്റിൻ ഈസ് ലൂസ്ലി പാക്ഡ് ക്രൊമാറ്റിൻ. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് ഒന്ന് വന്ന് നോക്കി, ഹെറ്റിറോ ക്രൊമാറ്റിൻ ഈസ് ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ്. അതായത് ഈ ഹെറ്റിറോ ക്രൊമാറ്റിൻ റീജിയന് RNA ഉണ്ടാവുമോ? ടൈറ്റ്ലി പാക്ക് ചെയ്ത് വെച്ചുകൊണ്ട് അതിൽ നിന്ന് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന RNA ഉണ്ടാക്കാനാവില്ല. സോ അതെന്താണ്? ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ് എന്നാണ് വേണ്ടത്. ഹെറ്റിറോ ക്രൊമാറ്റിൻ ഈസ് ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ്. സോ ആക്റ്റീവ് എന്ന് പറയുന്നത് യു ക്രൊമാറ്റിൻ ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവാണ്. പക്ഷേ ഹെറ്റിറോ ക്രൊമാറ്റിൻ എന്താണ്? ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ് ആണ്. മറന്നു പോകാൻ പാടില്ല, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഹിസ്റ്റോൺ ഒക്ടാമർ ഈസ് റാപ്ഡ്. ഇത് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വെച്ചോ, ഇറ്റ് ഈസ് റാപ്ഡ് ബൈ നെഗറ്റീവ്ലി ചാർജ്ഡ് DNA ഇൻ ന്യൂക്ലിയോസം. ശരിയല്ലേ? ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റിലും 200 ബേസ് പെയർ DNA റാപ്പ് ചെയ്താൽ അതിനെ നമ്മളെന്താ വിളിക്കുക? ന്യൂക്ലിയോസം. ഒരുപാട് ന്യൂക്ലിയോസോമുകൾ കൈപിടിച്ച് നിന്നാൽ നമ്മൾ അതിന് എന്ത് പറയും? ഇങ്ങനെ കുറേ ന്യൂക്ലിയോസോമുകൾ കൈപിടിച്ച് നിന്നാൽ നമ്മളതിനെ ക്രൊമാറ്റിൻ എന്ന് പറയും. എന്താ പറയുക? ക്രൊമാറ്റിൻ എന്ന് പറയും. സോ ഇതെന്താണ്? ഇതും കറക്റ്റാണ്. ഹിസ്റ്റോൺ ഒക്ടാമർ ഈസ് റാപ്ഡ് ബൈ നെഗറ്റീവ്ലി ചാർജ്ഡ് DNA. ഓക്കെ, ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ ചാർജ് എന്താടാ? ഹിസ്റ്റോൺ എന്ന് പറയുന്ന ഇതാണല്ലോ ഹിസ്റ്റോൺ. ഹിസ്റ്റോൺ പോസിറ്റീവ് ചാർജാണ്, DNA നെഗറ്റീവ് ചാർജാണ്. മറന്നു പോകാൻ പാടില്ല. ഹിസ്റ്റോൺ ഒക്ടാമർ ഈസ് റാപ്ഡ് ബൈ നെഗറ്റീവ്ലി ചാർജ് DNA ഇൻ ന്യൂക്ലിയോസം. കറക്റ്റാണ്. ഇനി അടുത്ത്, ഹിസ്റ്റോൺ ആർ റിച്ച് ഇൻ ലൈസീൻ ആൻഡ് ആർജിനൈൻ. അതായത് ഹിസ്റ്റോൺ എന്തുകൊണ്ട് പോസിറ്റീവ് ചാർജായി? ഹിസ്റ്റോൺ എന്തുകൊണ്ട് പോസിറ്റീവ് ചാർജുള്ള ബേസിക് പ്രോട്ടീനായി എന്ന് ചോദിച്ചാൽ അതിൽ പോസിറ്റീവ് ചാർജുള്ള 2 അമിനോ ആസിഡ് ഉണ്ട്. ലൈസീനും ഉണ്ട് ആർജിനൈനും ഉള്ളത് കൊണ്ടാണ് ഹിസ്റ്റോൺ പോസിറ്റീവ് ആയത്. സോ ഹിസ്റ്റോൺ ഈസ് റിച്ച് ഇൻ അമിനോ ആസിഡ് ലൈക്ക് ബേസിക് അമിനോ ആസിഡ് ലൈക്ക് ലൈസീൻ ആൻഡ് ആർജിനൈൻ. കറക്റ്റാണ്. പിന്നെ നിങ്ങൾ നോക്കിയേ, എ ടിപ്പിക്കൽ ന്യൂക്ലിയോസോം കണ്ടെയ്ൻ 400 ബേസ് പെയർ DNA എന്നാണ് പറഞ്ഞത്. ശരിയാണോ? ഒരു ന്യൂക്ലിയോസോമിൽ ഇവിടെ ഇങ്ങനെ 400 ബേസ് പെയർ DNA എന്നാണോ നമ്മൾ പഠിച്ചത്? 200 ബേസ് പെയർ DNA ആണെന്നാണ് നമ്മൾ പഠിച്ചത്. സോ ദിസ് ഈസ് റോങ്. ഓക്കെ, ദിസ് ഈസ് റോങ്. സോ അതുകൊണ്ട് നമുക്ക് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? A, C ആൻഡ് D. ഏതാണ്? A, C, D ഓൺലി. മൂന്നാമത്തേതാണ് നമ്മുടെ കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. അടുത്ത നോക്കിയേ, കംപ്ലീറ്റ് ദി ഫ്ലോ ചാർട്ട്. ഈ ഫ്ലോ ചാർട്ടിന് നമ്മൾ പറയുക സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി എന്ന മക്കളെ പറയുക. എന്നാ പറയുക? സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി. ആരാണിത് പ്രപ്പോസ് ചെയ്തത്? ഫ്രാൻസിസ് ക്രിക്ക് ആണ്. വാട്സൺ ആൻഡ് ക്രിക്കിലുള്ള ഫ്രാൻസിസ് ക്രിക്ക് പ്രപ്പോസ് ചെയ്ത ഇതാണ് നമ്മുടെ സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ നോക്കിയേ, DNA ഇവിടെ DNA എന്ന് പറയുന്ന DNA എന്ത് പറ്റും? റെപ്ലിക്കേഷന് പറ്റും. സോ റെപ്ലിക്കേഷൻ ആണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇത് 2ലേക്ക് ചുരുങ്ങി. B എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, DNA നിന്ന് മെസ്സഞ്ചർ RNA ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുക? അതിനെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്നാ പറയുക. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. സോ റെപ്ലിക്കേഷൻ ആണ്, 2 ട്രാൻസ്ക്രിപ്ഷൻ ആണെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ഉത്തരം കിട്ടി. ആണല്ലോ, കിട്ടിയില്ലേ? എന്താണ്? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. A എന്ന് പറയുന്നത് റെപ്ലിക്കേഷൻ ആണ്. A എന്ന് പറയുന്നത് റെപ്ലിക്കേഷൻ. എല്ലാവരും ശ്രദ്ധിക്കുക, ഞാൻ ഒന്നുകൂടി പറയാം. A എന്ന് പറയുന്നത് എന്താണ്?
എ എന്ന് പറയുന്നത് റെപ്ലിക്കേഷൻ. അപ്പോൾ റെപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്നുകൂടി നോക്കിയേ, 2 റെപ്ലിക്കേഷൻ ഉണ്ട്. ബി എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ സി എന്താടാ? mRNAയിൽ നിന്ന് പ്രോട്ടീനല്ലേ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ സി എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ ആണ്. ആൻഡ് ഡി എന്ന് പറയുന്ന പ്രോട്ടീനാണ്. ഡി എന്ന് പറയുന്ന അവസാനം നമുക്ക് പ്രോട്ടീൻ അല്ലേ, DNA to mRNA to പ്രോട്ടീൻ. ജനിതക ഇൻഫോർമേഷനുകൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ആര് പറഞ്ഞത്? ഫ്രാൻസിസ് ക്രിക്ക് പറഞ്ഞത്. അതിനെ അവർ വിളിച്ച പേരെന്താ? സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി. സോ ഈ ഇക്വേഷൻ പക്കയായിരിക്കണം. പക്ഷേ നിങ്ങൾ പഠിച്ചില്ല മക്കളെ, ചില വൈറസിൽ ജനറ്റിക് ഇൻഫോർമേഷൻ RNAയിൽ നിന്ന് DNA പോകുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്നും കൂടി തന്നിരുന്നേ നിങ്ങൾ എന്തെഴുതണം? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ്റെ തൊട്ട് റിവേഴ്സ് അല്ലേ. സോ ഇതും കൂടി നിങ്ങൾ ഓർത്ത് വെച്ചോ, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ വിത്ത് റെഫറൻസ് ടു ദിസ് ക്വസ്റ്റ്യൻ ഏതാണ് ആൻസർ? 2 ഈസ് ദ റൈറ്റ് ആൻസർ. എ എന്താണ്? എ റെപ്ലിക്കേഷൻ, ബി ട്രാൻസ്ക്രിപ്ഷൻ, സി ട്രാൻസ്ലേഷൻ, ഡി പ്രോട്ടീൻ. ഓക്കെ ആണല്ലോ? റെഡി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അഡിനീൻ 30% ഉണ്ട്. ഒരു DNA അഡിനീൻ 30% എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം തൈമീൻ 30%. ഓക്കെ, അപ്പോൾ അഡിനീൻ 30 തൈമീൻ 30 സോ ടോട്ടലി 60% ആയില്ലേ. ഇനി 40% അല്ലേ ബാക്കിയുള്ളൂ. ജി സമം സി അല്ലേ. ജി സമം സി എന്ന് പറഞ്ഞാൽ 40% ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. 20%ഉം 20%ഉം ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ. ആകെ തന്ന ക്വസ്റ്റ്യനിൽ അഡിനീൻ 30% ഉണ്ട്. പക്ഷേ ചർഗാഫ് പറഞ്ഞിട്ട് എന്തുണ്ട്? എ സമം ടി ആണ്, ജി സമം സി ആണ്. സോ എ 30 ആണെങ്കിൽ ടി എത്രയാണ് മക്കളെ? 30 ആയിരിക്കും. സോ ശതമാനം എന്ന് പറഞ്ഞാൽ 100ൽ മാനം കൽപ്പിക്കും. അപ്പോൾ 60% കഴിഞ്ഞാൽ എത്രയാണ് ബാക്കിയുള്ളത്? 40% അല്ലേ. 40 എന്നുള്ളത് നമുക്ക് അറിയുന്ന ഇൻഫോർമേഷൻ എന്നാ ഗുവാനിന് എത്രയാണോ അത്ര തന്നെ സൈറ്റോസിൻ വേണം. സോ ഗുവാനിന് 20% ഉണ്ടാവണം, സൈറ്റോസിൻ എന്തുണ്ടാവണം? 20% ഉണ്ടാവണം. സോ തൈമീൻ, സൈറ്റോസിൻ, ഗുവാനിൻ നോക്കിയേ. തൈമീൻ എത്രയാണ് മക്കളെ? തൈമീൻ 30. തൈമീൻ 30 എന്ന് പറഞ്ഞാൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ നമ്മൾ ആ ഓപ്ഷനിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുന്നേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്തിലേക്ക് എത്താം? ആൻസറിലേക്ക് എത്താൻ പറ്റും. അടുത്തത്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് ഹിസ്റ്റോൺ ഈസ് റോങ്? നമ്മൾ ഹിസ്റ്റോണിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഹിസ്റ്റോൺ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബേസിക് പ്രോട്ടീനാണ്. എങ്ങനെയുള്ള പ്രോട്ടീനാ? ബേസിക് പ്രോട്ടീൻ. പോസിറ്റീവ് ചാർജുള്ള ബേസിക് പ്രോട്ടീനാണ്. അതിന് പോസിറ്റീവ് ചാർജ് വരാൻ കാരണം ലൈസീനും ആർജിനൈനുമാണ്. ഓക്കെ, പോസിറ്റീവ് ചാർജുള്ള 2 അമിനോ ആസിഡുകളാണ് ലൈസീനും എന്താണ് നമ്മുടെ ആർജിനൈനും. അതിനെ നമ്മൾ ബേസിക് അമിനോ ആസിഡ് എന്നാണ് വിളിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഉറപ്പായിട്ടും എന്താണ് അതിൻ്റെ ചുറ്റിലുമാണ് എന്ത് ചെയ്യുക? അങ്ങനത്തെ ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റുമാണ് DNA 200 ബേസ് പെയർ റാപ്പ് ചെയ്യാന്ന് നമുക്കറിയാം. ദ pH ഓഫ് ഹിസ്റ്റോൺ ഈസ് അസിഡിക്. ഞാൻ പറഞ്ഞതന്നെ എന്താ? ഇത് ബേസിക് പ്രോട്ടീൻ എന്നാ. pH അപ്പോൾ എന്തെങ്ങനെ അസിഡിക് ആവുക? ഹിസ്റ്റോണിനെ പറയുന്നത് തന്നെ എന്താണ്? ബേസിക് പ്രോട്ടീൻസ് എന്നാണ്. സോ നമുക്ക് അപ്പം തന്നെ റോങ് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടി. അസിഡിക് ആണോ? ഹിസ്റ്റോൺ ഈസ് എ ബേസിക് പ്രോട്ടീൻ. സോ അടുത്ത ഓപ്ഷൻ നമുക്ക് എന്തായാലും നോക്കാം. ഹിസ്റ്റോൺസ് ആർ റിച്ച് ഇൻ ലൈസീൻ ആൻഡ് ആർജിനൈൻ. ശരിയാണ്. ഹിസ്റ്റോൺസ് കേരി പോസിറ്റീവ് ചാർജ്. ശരിയാണ്. ഹിസ്റ്റോൺസ് ആർ ഓർഗനൈസ്ഡ് ടു ഫോം 8 മോളിക്യൂൾസ്. അതിനല്ലേ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുക. ഓക്കെ, 8 ഹിസ്റ്റോൺ മോളിക്യൂൾസ് ടുഗെദർ ഫോം ഹിസ്റ്റോൺ ഒക്ടാമർ. അതിൻ്റെ ചുറ്റിലാണ് 200 ബേസ് പെയർ DNA റാപ്പ് ചെയ്യുക. സോ റോങ് വൺ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത നോക്കിയേ. റെഫർ ദ ഗിവൺ ഫിഗർ ഓഫ് ന്യൂക്ലിയോസോം ആൻഡ് സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് കറക്റ്റ്ലി ഐഡൻറ്റിഫൈ ദി പാർട്ട് ABC. നോക്കിയേ, എ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഹിസ്റ്റോൺ ഒക്ടാമർ അല്ലേ മക്കളെ? എ എന്ന് പറയുന്നത് ഹിസ്റ്റോൺ ഒക്ടാമർ ആണ്. സോ നമുക്ക് കിട്ടി എ ഹിസ്റ്റോൺ ഒക്ടാമർ ആണ്. ബി എന്ന് പറയുന്നത് നോക്കിയേ, അതിനെ റാപ്പ് ചെയ്യുന്ന ആളല്ലേ ഇത്. അപ്പോൾ ബി എന്ന് പറയുന്നത് DNA ആണ്. സോ ഹിസ്റ്റോൺ ഒക്ടാമർ DNA. ലിങ്കർ DNAനെ സപ്പോർട്ട് ചെയ്ത വേറെ തന്നെ ഒരു ഹിസ്റ്റോൺ കണ്ടില്ലേ? ഇതിനെ നമ്മൾ H1 ഹിസ്റ്റോൺ എന്നാണ് പറയുക. എന്നാ പറയുക? ഇത് H1 ഹിസ്റ്റോൺ ആണ്. സോ ദ റൈറ്റ് ആൻസർ ഏതാണ്? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഏതാണ്? സി ഈസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയല്ലോ? ക്ലിയർ അല്ലേ? സോ പാക്കിങ്ങിൻ്റെ ഏരിയയിൽ നമ്മൾ 3 ചോദ്യങ്ങൾ ചെയ്തു. DNA ഏരിയയിൽ നിന്ന് നമ്മൾ 1-2 ചോദ്യങ്ങൾ ചെയ്തു. അത് നോക്കിയേ. ലിങ്കർ DNA ഈസ് അറ്റാച്ച്ഡ് വിത്ത്, അതായത് ന്യൂക്ലിയോസോമാണിത്. ഇത് വേറെ ഒരു ന്യൂക്ലിയോസോം. ഇങ്ങനെ ഇതിനെയാണ് നമ്മൾ ലിങ്കർ DNA എന്ന് പറയുക. ലിങ്കർ DNAനെ സപ്പോർട്ട് ചെയ്യുന്ന ഹിസ്റ്റോൺ ഏതാ? H1 ഹിസ്റ്റോൺ. ഏതാണ്? H1 ഹിസ്റ്റോൺ ആണ്. സോ H1. ഓക്കെ, റെഡിയാണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്? അഡിനീൻ പെയർസ് വിത്ത് തൈമീൻ ത്രൂ ഹൈഡ്രജൻ ബോണ്ട്.
അഡിനീൻ പെയർസ് വിത്ത് തൈമീൻ ത്രൂ 1 ഹൈഡ്രജൻ ബോണ്ടാണ്, തെറ്റാണ്, 2 ആണ്. അഡിനീൻ പെയർസ് വിത്ത് തൈമീൻ ത്രൂ 3 ഹൈഡ്രജൻ ബോണ്ട്, തെറ്റാണ്. അഡിനീൻ ഫോംസ് 2 ഹൈഡ്രജൻ ബോണ്ട്സ് തൈമീൻ ആൻഡ് ഗുവാനിൻ ഫോംസ് 3 ഹൈഡ്രജൻ ബോണ്ട്സ് വിത്ത് സൈറ്റോസിൻ നമ്മൾ പഠിച്ചത്. അഡിനീൻ ഡസ് നോട്ട് പെയർ വിത്ത് തൈമീൻ ആണ്. അഡിനീൻ ഓൾവേസ് കമ്പൈൻസ് വിത്ത് തൈമീൻ ആൻഡ് ഗുവാനിൻ ഓൾവേസ് കമ്പൈൻസ് വിത്ത് സൈറ്റോസിൻ. അതിനെ നമ്മൾ എന്ത് പറയുക? കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗ് എന്ന് നമ്മൾ പറയുക. അപ്പോൾ ഓപ്ഷൻ ഇതാണ് ശരി. അഡിനീൻ പെയർസ് വിത്ത് തൈമീൻ ത്രൂ 2 ഹൈഡ്രജൻ ബോണ്ട്സ് എന്നുള്ളതാണ് റൈറ്റ് ഓപ്ഷൻ. ഇനി അടുത്ത് നോക്കിയേ. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസ്റ്റിറ്റ്യൂട്ടീവ് ബേസ് പെയർ ഇസ് 0.34 നാനോമീറ്റർ അല്ലെങ്കിൽ 3.4 ആങ്സ്ട്രോങ് എന്ന് പറയും. ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബേസ് പെയർ of DNA double helix in a typical mammalian cell is 6.6 into 10 raised to 9 base pairs. Then the length of DNA. So length of DNA നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? Total number of base pair into internucleotide distance 0.34 നാനോമീറ്ററിൽ, അപ്പോൾ 10 raised to -9. അപ്പോൾ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 2.24 മീറ്റേഴ്സ്. ഇതൊക്കെ ചെയ്ത് നോക്കാൻ പറ്റില്ല. ഒരു സെല്ലിൽ എത്ര DNA ഒരു സെല്ലിലുള്ള DNA ലെങ്ത് എത്രയാണെന്ന് അപ്പോൾ തന്നെ പഠിച്ചവിടെ വെച്ചേക്കണം. ചെയ്ത് നോക്കാനൊന്നും പറ്റില്ല. ഇതും പോയി. സോ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തൊക്കെ വരുമ്പോൾ സമയം അങ്ങ് പോകും. സോ 2.24 മീറ്റർ ആണ്. അപ്പോൾ അതിൽ ആപ്റ്റായിട്ടുള്ള ആൻസർ ഏതാ? 2.2 ആണ് നമുക്ക് തന്നത്. അപ്പോൾ ഏത് DNA ലെങ്ത് നിങ്ങൾക്കറിയെങ്കിൽ ആ DNA ഇന്റർന്യൂക്ലിയോടൈഡ് ഡിസ്റ്റൻസ്, അതായത് 2 ന്യൂക്ലിയോടൈഡുകൾക്കുള്ള അകലത്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ DNA ലെങ്ത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, DNA ലെങ്ത് മക്കൾക്ക് കിട്ടും. ഇനി നോക്കിക്കോളൂ, നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു സെല്ലിൽ എത്ര ന്യൂക്ലിയോസോം ഉണ്ടാവും? ഒരു സെല്ലിൽ ഹൗ മെനി ന്യൂക്ലിയോസോംസ് ആർ പ്രസൻറ്റ് ഇൻ എ സെൽ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു സെല്ലിൽ 6.6 into 10 raised to 9 ബേസ് പെയർ അല്ലേ ഉണ്ടാവുക. ഒരു ന്യൂക്ലിയോസോമിന് ചുറ്റും 200 ബേസ് പെയർ DNA അല്ലേ ഉണ്ടാവുക. അപ്പോൾ ഞാൻ എഴുതാണ് ബൈ 2 into 10 raised to 2 200 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഈസ് ഈക്വൽ ടു 3.3 into 10 raised to 7. ഇത്രയും ന്യൂക്ലിയോസാമോ ഒരു സെല്ലിൽ ഉണ്ടാവും. അതായത് 6.6 into 10 raised to 9 ബേസ് പെയർ DNA നമ്മളൊരു സെല്ലിലുള്ളത്. പക്ഷേ നമുക്കറിയാം ഒരു ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞാൽ 200 ബേസ് പെയർ DNA. അപ്പോൾ ഒരു സെല്ലിൽ എത്ര 200 ബേസ് പെയറുകൾ ഉണ്ട് എന്ന് നോക്കിയാൽ മതി. 200 ബേസ് പെയറുകൾ 6.6 into 10 raised to 9 ബേസ് പെയർ അല്ലേ മൊത്തമുള്ള. അതിലെത്ര 200കളുണ്ട്? ഡിവൈഡഡ് ബൈ 200. അപ്പോൾ നമുക്ക് കിട്ടും 3.3 into 10 raised to 7. ഇത് സ്പേം ഓവൻ എന്നൊക്കെ ചോദിച്ചാലോ? സ്പേം ഓവൻ എന്ന് പറയുമ്പോൾ ക്രോമസോം 46 23 അപ്പോൾ 3.3 വെച്ച് നിങ്ങൾ ചെയ്യേണ്ടി വരും. 3.3 into 10 raised to 9 ഡിവൈഡഡ് ബൈ 200 ചെയ്ത ആ സ്പേമിലുള്ള ന്യൂക്ലിയസും കുട്ടിയേക്ക് കിട്ടും. ഓക്കെ, അടുത്തത് ടേം ന്യൂക്ലിൻ ഫോർ ജനറ്റിക് മെറ്റീരിയൽ വാസ് യൂസ്ഡ് ബൈ. ആദ്യമായി ന്യൂക്ലിൻ എന്ന് പറയുന്ന നെയിം യൂസ് ചെയ്തത് 1869 ഫ്രെഡറിക് മെയ്ഷർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ആരാണ്? ഫ്രെഡറിക് മെയ്ഷർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. കണ്ട സെല്ലിൻ്റെ ന്യൂക്ലിയസിൽ, ഓക്കെ പസ്സെല്ലാണ്, സെല്ലിൻ്റെ ന്യൂക്ലിയസിൽ ആസിഡിൻ്റെ സ്വഭാവമുള്ള ഒരു മോളിക്യൂൾ കണ്ട, അതിനെ അയാൾ എന്ത് വിളിച്ചു? ന്യൂക്ലിൻ എന്നാണ് ആദ്യം വിളിച്ചത്. ന്യൂക്ലിക് ആസിഡ് എന്ന് പിന്നീട് 20 വർഷങ്ങൾക്ക് ശേഷം വേറൊരു സയൻറ്റിസ്റ്റ് ഓൾട്ട്മാൻ കണ്ടുപിടിച്ചാണ്. ഇനി നിങ്ങൾക്കറിയാലോ ചർഗാഫ് എൻ്റെ കോൺട്രിബ്യൂഷൻ എന്താ? സോ ആൻസർ നമുക്ക് കിട്ടിയ ചർഗാഫ് പറഞ്ഞത് പ്യൂരിൻ പിരമിഡൈൻ റേഷ്യോ ഇൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഈസ് ഓൾവേസ് 1 എന്ന് പറഞ്ഞ ആളാണ് ചർഗാഫ്. അതായത് A= അതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന A=D ആണ്, G=C ആണ്. A+G എന്ന് പറഞ്ഞാൽ പ്യൂരിൻ അല്ലേ? ഇത് താഴത്തുള്ള പിരമിഡൈൻ. പ്യൂരിൻ ഡിവൈഡഡ് ബൈ പിരമിഡൈൻ ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ആളാണ് ആര്? ചർഗാഫ്. ഓക്കെ, ഫ്രാങ്ക്ലിൻ ആൻഡ് വിൽക്കിൻ എന്താ ചെയ്തത്? എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജ്. ഫ്രാങ്ക്ലിൻ എന്താ ചെയ്തത്? എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജ് ഓഫ് DNAയുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജ് ഉണ്ടാക്കിയ ആളാണ് ഫ്രാങ്ക്ലിൻ ആൻഡ് വിൽക്കിൻസ്. അത് വെച്ചിട്ടാണ് വാട്സൺ ആൻഡ് ക്രിക്ക് 1953 എന്ത് ചെയ്തത്? ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA പ്രൊപ്പോസ് ചെയ്തത്. ഇനി നോക്കിയേ, ഇൻ എ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഓഫ് DNA, നൈട്രജൻ ബേസ് ഈസ് ലിങ്ക്ഡ് ടു ദി OH ഓഫ് നോക്കിക്കോ, എല്ലാവരും ശ്രദ്ധിച്ചോളേ, ഷുഗർ ഫോസ്ഫേറ്റ് ആണല്ലോടാ ബാക്ക് ബോൺ ഓഫ് DNA. ഇതിൽ ഷുഗറിൻ്റെ മേലെയല്ലേ നൈട്രജൻ ബേസ് ഉണ്ടാവുക?
നൈട്രജൻ ബേസ് ലൈ സംഹൗ പെർപെൻഡിക്കുലർ ടു ദി ബാക്ക് ബോൺ എന്നാണ് നിങ്ങൾ പഠിച്ചത്. ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണിൽ ഷുഗറിൻ്റെ മേലെ ഇങ്ങനെ ഏതാണ്ട് പെർപെൻഡിക്കുലർ ആയിട്ട് നൈട്രജൻ ബേസ് ഉണ്ട്. ചോദ്യം ഇതാണ്, ഇൻ എ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ നൈട്രജൻ ബേസ് ലിങ്ക്ഡ് ടു OH. ഷുഗറിൻ്റെ OH ആണെന്ന് നമുക്ക് ഉറപ്പാണ്. പെൻറ്റോ ഷുഗറിൻ്റെ എത്രാമത്തെ ഷുഗറുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുക? ഫസ്റ്റ് കാർബൺ ആണ്. ഏതാണ്? ഒന്നാമത്തെ കാർബൺ ആണ്. അതായത് ഈ ഷുഗറിനെ ഞാനൊന്ന് സ്ട്രക്ചർ വൈസ് വരക്കാം. ഓക്കെ, ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന ഷുഗർ ഞാൻ വരക്കുകയാണ്. ഇങ്ങനെയാണ് എസ് എന്നുള്ളിടക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൽ ഒന്നാമത്തെ കാർബൺ ഇതല്ലേ? ഈ ഒന്നാമത്തെ കാർബൺ ആയിട്ടാണ് എന്ത് ചെയ്യുക? എല്ലാവരും ശ്രദ്ധിക്കുക, ഈ ഒന്നാമത്തെ കാർബൺ ആയിട്ടാണ് ഈ നൈട്രജൻ ബേസ് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്ന പേര് എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്നാണ് പറയുക. സോ കാർബൺ 1ഉം നൈട്രജനും, നൈട്രജൻ ബേസിലുള്ള നൈട്രജനും കാർബൺ 1ഉം തമ്മിലാണ് എന്തുണ്ടാക്കുന്നത്? സോ ഇതെന്താണ്? ദിസ് ഈസ് എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. കാർബൺ 1ഉമായിട്ടാണ് അത് ഉണ്ടാക്കുക. ഓക്കെ ആണേ. ഇനി നിങ്ങൾ നോക്കിക്കോ, ഷുഗറും ഫോസ്ഫേറ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ബോണ്ട്, ഇത് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. രണ്ടെണ്ണം ചേർത്താൽ നമ്മൾ എന്താ പറയുക? ഇതിനാ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് എന്നാ പറയുക. ഫോസ്ഫോ. അപ്പോൾ DNA-യുടെ ബാക്ക് ബോണിൽ കാണും ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടും. DNA നൈട്രജൻ ബേസും ഷുഗറും തമ്മിലുള്ള ബോണ്ട് എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ടും. നൈട്രജൻ ബേസുകൾക്കിടയിലുള്ള ബോണ്ട് ഹൈഡ്രജൻ ബോണ്ടും ആണെന്ന് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ മറക്കാൻ പാടില്ല. ഇനി അടുത്ത് നോക്കിയേ, പ്യൂരിൻ ബൗണ്ട് ഇൻ ബോത്ത് DNA ആൻഡ് RNA. DNA-യിലും RNA-യിലും കാണുന്ന പ്യൂരിൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? സെയിം അല്ലേ? അഡിനീൻ ആൻഡ് ഗുവാനിൻ തന്നെയാണ്. സോ നിങ്ങൾ അറിയേണ്ടത് ഇതേ ഉള്ളൂ, DNA ആയാലും ശരി RNA ആയാലും ശരി കോമൺ ബേസുകൾ ഏതൊക്കെയാ? അഡിനീൻ, ഗുവാനിൻ, സൈറ്റോസിൻ. ഇതിൽ A and G ആണ് പ്യൂരിൻ. അത് DNA-യിലുണ്ട് RNA-യിലുണ്ട്. സോ പിരമിഡൈൻ കോമൺ ഇൻ ബോത്ത് DNA ആൻഡ് RNA എന്ന് വെച്ചാൽ നിങ്ങൾ സൈറ്റോസിനെ എഴുതാൻ പാടുള്ളൂ. പിരമിഡൈൻ പ്രസൻറ്റ് ഇൻ ബോത്ത് DNA ആൻഡ് RNA എന്ന് ചോദിച്ചാൽ നിങ്ങൾ സൈറ്റോസിനെ എഴുതാൻ പാടുള്ളൂ. ദ എക്സ്പെരിമെൻ്റൽ പ്രൂഫ് ഫോർ സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് DNA റെപ്ലിക്കേഷൻ ഏതിലാണ് പ്രൂവ് ചെയ്തത്? ഈ കോളൈ ബാക്ടീരിയയിൽ. ആരാ പ്രൂവ് ചെയ്തത്? 1958 1958 മിസൽസൺ ആൻഡ് സ്റ്റാൾ എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുകളാണ് പ്രൂവ് ചെയ്തത്. അതേ വർഷം തന്നെ പ്രോകാരിയോട്ടിലാണ് ഇത് പ്രൂവ് ചെയ്തത് അല്ലേ? ഈ കോളയിലല്ല. 1958 വിസിയ ഫേബ എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ടൈലർ ആൻഡ് കൊളീഗ്സ് എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ്. പക്ഷേ ആദ്യമായി കണ്ടുപിടിച്ചത് ഫസ്റ്റ് എന്ന് കണ്ടില്ലേ? ഫസ്റ്റ് കണ്ടുപിടിച്ചത് ആരാ മക്കളെ? മിസൽസൺ ആൻഡ് സ്റ്റാൾ ഇൻ 1958. അത് കഴിഞ്ഞ പാട് പ്ലാന്റ്സിൽ ടൈലർ ആൻഡ് കൊളീഗ്സ് എന്ത് കണ്ടുപിടിച്ചു? DNA റെപ്ലിക്കേഷൻ ഈസ് സെമി കൺസർവേറ്റീവ് യൂസിങ് റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ. സോ ഇയാളിത് പ്രൂവ് ചെയ്തത് എന്ത് വെച്ചിട്ടാണ്? ഹെവി ഐസോടോപ്പ് ഓഫ് നൈട്രജൻ വെച്ചിട്ട്. ഓക്കെ, DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണെന്ന് മിസൽസൺ ആൻഡ് സ്റ്റാൾ പ്രൂവ് ചെയ്തത് എന്ത് വെച്ചിട്ടാണ്? ഹെവി ഐസോടോപ്പ് ഓഫ് നൈട്രജൻ വെച്ച്. പക്ഷേ വിസിയ ഫേബ എന്ന് പറയുന്ന പ്ലാന്റിൽ ടൈലർ എങ്ങനെയാണ് പ്രൂവ് ചെയ്തത്? ബൈ യൂസിങ് റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് ഏടാ. അതുകൊണ്ടാണ് അത്രയും സമയം ഞാൻ ആ സ്ലൈഡിൽ എടുത്തത്. സെലക്ട് ദി കറക്റ്റ് മാച്ച്. കറക്റ്റ് ആയിട്ടുള്ള മാച്ച് റൈബോസൈം ന്യൂക്ലിക് ആസിഡ്, അത് തന്നെ കറക്റ്റാണ്. റൈബോസൈം എന്താണ്? റൈബോസൈം ഈസ് എ കാറ്റലിസ്റ്റ്. എന്താണ്? റൈബോസൈം ഈസ് എ ബയോ കാറ്റലിസ്റ്റ്. ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ് എക്സെപ്റ്റ് റൈബോസൈം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം നിങ്ങൾക്ക്? 23S rRNA പറയുന്നവർ. അതായത് ഒരു ന്യൂക്ലിക് ആസിഡ് ആണ്. rRNA എന്ന് പറഞ്ഞാൽ റൈബോ ന്യൂക്ലിക് ആസിഡ്. സോ ഒരു ന്യൂക്ലിക് ആസിഡ് എൻസൈമായി വർക്ക് ചെയ്യുക, ഓക്കെ, ഉൽപ്രേരകമായി വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബയോ കാറ്റലിസ്റ്റായി വർക്ക് ചെയ്യുന്ന എന്താണ്? ഒരു ന്യൂക്ലിക് ആസിഡാണ് നമ്മളെന്ത് പറയുന്നത്? റൈബോസൈം. ഓക്കെ, അതുകൊണ്ട് ഞാൻ അടുത്ത ഓപ്ഷനിൽ പോകുന്നത് കൊണ്ട് ആവശ്യമില്ല. ഇനി ഗ്രിഫിത്തിൻ്റെ 1928 ഗ്രിഫിത്തിൻ്റെ വളരെ പോപ്പുലറായ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെൻ്റ് നടന്നു. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ന്യൂമോണിയ ഉണ്ടാക്കുന്ന, മാമൽസിൽ ന്യൂമോണിയ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയിലാണ് നടന്നതെന്നൊക്കെ നിങ്ങൾക്കറിയാം. 4 സ്റ്റെപ്പുള്ള എക്സ്പെരിമെൻറ്റ്. ഇൻ ഗ്രിഫിത്സ് എക്സ്പെരിമെൻറ്റ് എസ്ട്രെയിൻ ബാക്ടീരിയ ഗോട്ട് ട്രാൻസ്ഫോംഡ് ഇൻ ടു ആർ സ്ട്രെയിൻ. എസ്ട്രെയിൻ ആണോ ആർ സ്ട്രെയിൻ ആയത്? അല്ല, ആർ സ്ട്രെയിൻ എസ്ട്രെയിൻ ആയി എന്നാണ് നമ്മൾ പഠിച്ചത്. അതല്ലേ ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ. ഇനി രണ്ടാമത്തെ നോക്കി, എസ്ട്രെയിൻ ഈസ് നോൺ വിറുലൻറ്റ്. എസ്ട്രെയിൻ ആണ് ഡിസീസ് ഉണ്ടാക്കുന്നത്. സോ എസ്ട്രെയിൻ എന്താണ്? എസ്ട്രെയിൻ ഈസ് ഡിസീസ് കോസിങ് ആണ്. ആർ സ്ട്രെയിൻ ആണ് എന്ത്? നോൺ വിറുലൻറ്റ്. സോ
എസ്ട്രെയിന് നോൺ വിറുലൻ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് തെറ്റാണ്. എസ്ട്രെയിൻ ഈസ് വിറുലൻ്റ്. രോഗം നമുക്ക് ന്യൂമോണിയ ഉണ്ടാക്കി തരുന്നതാരാ? എസ്ട്രെയിനാണ്. സോ എസ്ട്രെയിന് അസുഖം ഉണ്ടാക്കൂല എന്നല്ലേ പറഞ്ഞത്. സോ അതെന്താണ്? റോങ് ആണ്. രണ്ടും റോങ് ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് 1 and 2 ആർ ഇൻകറക്റ്റ് എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. രണ്ടും ഇൻകറക്റ്റ്, രണ്ടും പൊട്ട തെറ്റാണ്. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് 1 നോക്കി. DNA റെപ്ലിക്കേഷൻ ഈസ് സെമി കൺസർവേറ്റീവ്. ശരിയല്ലേ? അത് സജസ്റ്റ് ചെയ്തതാരാ? വാട്സൺ ആൻഡ് ക്രീക്ക്. പ്രൂവ് ചെയ്തതാരാ? മിസൽസൺ ആൻഡ് സ്റ്റാൾ. സോ അത് കറക്റ്റാണ്. 1 സ്ട്രാൻഡ് ഈസ് ന്യൂ ആൻഡ് 1 ഈസ് ഓൾഡ് ഇൻ ദ ഡോട്ടർ DNA. അതായത് ഒരു DNA റെപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡോട്ടർ DNA എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു സ്ട്രാൻഡ് ന്യൂ ആണ്, ഒരു സ്ട്രാൻഡ് ഓൾഡ് ആണ് എന്നാണ് പറയുന്നത്. ശരിയല്ല? അതല്ലേ? പകുതി സംരക്ഷണം ഉണ്ട്. അതാ സെമി കൺസർവേറ്റീവ്. ഈ പാരൻറ്റിൻ്റെ ഇതിവിടെ കൺസേർവ് ചെയ്തു, ഈ പാരൻറ്റിൻ്റെ ഇതിവിടെ കൺസേർവ് ചെയ്തു. റെഡ് വൺ. ഓക്കെ, സോ രണ്ടും എക്സ്പ്ലനേഷനൊക്കെ കറക്റ്റാണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നുള്ള രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? കറക്റ്റാണ്. വൺസ് അഗെയിൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ. റെപ്ലിക്കേഷൻ ഒക്കർ ഇൻ ദ ന്യൂക്ലിയസ്. റെപ്ലിക്കേഷൻ ന്യൂക്ലിയസിലാണ് നടക്കുക, ഒരു സംശയമില്ല. DNA ന്യൂക്ലിയസിലല്ലേ ഉള്ളത്. ബട്ട് ട്രാൻസ്ക്രിപ്ഷൻ ഒക്കേഴ്സ് ഇൻ സൈറ്റോപ്ലാസം. ട്രാൻസ്ക്രിപ്ഷൻ സൈറ്റോപ്ലാസിലേ നടക്കുകയുള്ളൂ. കാരണം DNA എവിടെയുള്ളത്? DNA ഈസ് പ്രസൻറ്റ് വിത്തിൻ ദി ന്യൂക്ലിയസ്. അതുകൊണ്ട് ട്രാൻസ്ക്രിപ്ഷൻ അവിടെയേ നടക്കുകയുള്ളൂ. പക്ഷേ എന്താണ്? ബട്ട് ട്രാൻസ്ക്രിപ്ഷൻ ഒക്കേഴ്സ് ഇൻ സൈറ്റോപ്ലാസം. റെപ്ലിക്കേഷൻ ഒക്കർ ഇൻ ന്യൂക്ലിയസ് ബട്ട് ട്രാൻസ്ക്രിപ്ഷൻ ഒക്കേഴ്സ് ഇൻ സൈറ്റോപ്ലാസം. തെറ്റാണ്. ട്രാൻസ്ക്രിപ്ഷൻ എവിടെ തന്നെയാണ് നടക്കുക? DNA-യിൽ നിന്ന് RNA ഉണ്ടാകുന്ന എവിടുന്ന? DNA RNA ഉണ്ടാകുന്ന ന്യൂക്ലിയസ് എന്നല്ലേ. ട്രാൻസ്ക്രിപ്ഷൻ എവിടെയേ നടക്കുകയുള്ളൂ. അത് റോങ് ആണ്. mRNA ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദി ന്യൂക്ലിയസ് ഇൻ ടു സൈറ്റോപ്ലാസം വേർ റൈബോസോംസ് ആൻഡ് അമിനോ ആസിഡ്സ് ആർ അവൈലബിൾ ഫോർ പ്രോട്ടീൻ സിന്തസിസ്. അതായത് ഇവിടുന്ന് ഉണ്ടാവുന്ന mRNA സൈറ്റോപ്ലാസത്തിലേക്ക് എത്തും. എന്തിനാന്ന് വെച്ചാൽ റൈബോസോമുകളും അമിനോ ആസിഡുകളൊക്കെ സൈറ്റോപ്ലാസിൽ. അത് പക്ക സ്റ്റേറ്റ്മെൻ്റ് ആണ്, കറക്റ്റാണ്. എന്താണ്? സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ് എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വൺസ് അഗെയിൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. DNA റെപ്ലിക്കേഷനുമായി റിലേറ്റ് ചെയ്തൊരു ചോദ്യമാണ്. ഓൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സെപ്പറേറ്റഡ് DNA പാരൻ്റൽ സ്റ്റാൻഡിനെ നമ്മൾ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്ന് പറയാം. ഓൺ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് 3-5' DNA റെപ്ലിക്കേറ്റ്സ് ഇൻ ഡിസ്കണ്ടിന്യൂസ് മാനർ. അതായത് ടെംപ്ലേറ്റ് സ്റ്റാൻഡിൽ DNA റെപ്ലിക്കേഷൻ ഇങ്ങനെ നടക്കുകയാണേ. 3-5' ആണ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എങ്കിൽ DNA റെപ്ലിക്കേഷൻ കണ്ടിന്യൂസ് ആയിരിക്കും എന്നല്ലേ നിങ്ങൾ പഠിച്ചത്. എന്നിട്ട് ഈ സ്റ്റാൻഡിനെ, പുതിയ സ്റ്റാൻഡിനെ ലീഡിങ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നു പഠിച്ചു. സോ അത് റോങ് ആണ്. 3-5' ആണ് ടെംപ്ലേറ്റ് എങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് ചെയ്യുക ഡോട്ടർ സ്റ്റാൻഡ്. അതേസമയം ഇവിടെയാണെങ്കിലാണ് പ്രശ്നം. ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡുകളായിട്ട് ഉണ്ടാക്കുക. സോ ടെംപ്ലേറ്റ് 3-5' ആണെങ്കിൽ അതെന്താണ്? ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഡിസ്കണ്ടിന്യൂസ് എന്നാണ്. ഇവിടെ വേണ്ടിയിരുന്നത് എന്താ? കണ്ടിന്യൂസ് എന്നാണ് കൊടുക്കുന്നത്. കാരണം DNA പോളിമറൈസ് 5-3' ഡയറക്ഷനിൽ എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രാൻഡ് ഉണ്ടാക്കാൻ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസിന് അറിയാം. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. DNA പോളിമറൈസ് കാറ്റലൈസ് പോളിമറൈസേഷൻ ഓൺലി ഇൻ 1 ഡയറക്ഷൻ, ദാറ്റ് ഈസ് 3-5' എന്ന്. DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് സിന്തസൈസ് എ ന്യൂ സ്ട്രാൻഡ് ഓൺലി ഇൻ 5-3' ഡയറക്ഷൻ എന്നാണ് നിങ്ങൾ പഠിച്ചത്. DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസിന് ഒരു പുതിയ സ്ട്രാൻഡ് ഉണ്ടാക്കാൻ അറിയാം. ഏത് ഡയറക്ഷനിൽ മാത്രം? 5-3'. പക്ഷേ ഇവിടെ തന്നത് എന്താ? 3-5'. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? ഇൻകറക്റ്റ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്. അടുത്തത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ്. അടുത്തത് ഇൻകറക്റ്റ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ക്രൊമാറ്റിൻ, അതിനെ നമ്മൾ യൂക്രൊമാറ്റിൻ എന്നാണ് പറയുക. ഇറ്റ് ഈസ് ലൂസ്ലി പാക്ഡ് ആൻഡ് സ്റ്റെയിൻസ് ലൈറ്റ്. ശരിയല്ലേ? ഓക്കെ, ഇതാണ് ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ക്രൊമാറ്റിൻ. ഇപ്പം ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഇനാക്റ്റീവ്, അതിനെ നമ്മൾ ഹെറ്റിറോ ക്രൊമാറ്റിൻ എന്ന് വിളിക്കുക. സോ ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ക്രൊമാറ്റിൻ ഈസ് ലൂസ്ലി പാക്ഡ്. ശരിയാണ്. ആൻഡ് സ്റ്റെയിൻസ് ലൈറ്റ്, കുറച്ച് സ്റ്റെയിനെ അവിടെ അബ്സോർബ് ചെയ്യും. DNA കണ്ടൻറ്റ് കുറവാണ്. ദ നെഗറ്റീവ്ലി ചാർജ്ഡ് DNA ഓഫ് ന്യൂക്ലിയോയിഡ് ഈസ് ഓർഗനൈസ്ഡ്. അതായത് ബാക്ടീരിയയിലേക്ക് വരുവാണെങ്കിൽ ബാക്ടീരിയൽ DNA നെഗറ്റീവ്ലി ചാർജ്ഡ് DNA വലിയ ലൂപ്പുകളായിട്ടാണ് ഉണ്ടാവുക.
പ്രോട്ടീനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇറ്റ് അപ്പിയർ ഇൻ ലാർജ് ലൂപ്സ് എന്ന് നിങ്ങൾ പാക്കിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. സോ നെഗറ്റീവ്ലി ചാർജ്ഡ് DNA ഓഫ് ന്യൂക്ലിയോയിഡ്, ഇതാണല്ലോ ന്യൂക്ലിയോയിഡ് റീജിയൻ, ഈസ് ഓർഗനൈസ്ഡ് ഇൻ ലാർജ് ലൂപ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻ. ബാക്ടീരിയയിൽ അങ്ങനെയാണ് കാണുക, നമ്മളിൽ ഹിസ്റ്റോണൊക്കെ വെച്ച് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും എന്താണ്, കറക്റ്റാണ്. നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആർ റിക്വയർഡ് ഫോർ ദി പാക്കിംഗ് ഓഫ് ക്രൊമാറ്റിൻ അറ്റ് ഹയർ ലെവൽ. നല്ല ഫർദർ പാക്കിംഗ് ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ NSC എന്ന് നിങ്ങൾ പഠിച്ച നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസ്. അപ്പോൾ അതും ശരിയാണ്. ഉറപ്പായിട്ടും തെറ്റേതാ? റിവേഴ്സ് സെൻട്രൽ ഡോഗ്മ ഈസ് പ്രൊപ്പോസ്ഡ് ബൈ ഫ്രാൻസിസ് ക്രിക്ക് ആണോ? അല്ല, സെൻട്രൽ ഡോഗ്മ ഈസ് പ്രൊപ്പോസ്ഡ് ബൈ ഫ്രാൻസിസ് ക്രിക്ക് എന്ന് നിങ്ങൾ പഠിച്ച. റിവേഴ്സ് സെൻട്രൽ ഡോഗ്മ പ്രൊപ്പോസ് ചെയ്തത് ടെമിനാണ്, അതുകൊണ്ടാണ് അതിനെ ടെമിനിസം എന്നും പറയും. ഓക്കെ, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് ടെമിനിസം. സോ ഇത് തെറ്റാണ്. റിവേഴ്സ് സെൻട്രൽ ഡോഗ്മ പ്രൊപ്പോസ് ചെയ്തത് ആരല്ല? ഫ്രാൻസിസ് ക്രിക്ക് അല്ല. ആൻഡ് ഓൾമോസ്റ്റ് യൂണിവേഴ്സൽ. സെൻട്രൽ ഡോഗ്മയാണ് യൂണിവേഴ്സൽ, എക്സെപ്ഷണൽ കേസാണ് ഏത്? റിവേഴ്സ് സെൻട്രൽ ഡോഗ്മ. സോ ഫോർത്ത് വൺ ആണ് എന്ത്? ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ഓക്കെ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് സെറ്റ്. ഓക്കെ, ഇത് കറക്റ്റ് സെറ്റാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഇൻ ബാക്ടീരിയോഫേജ് 5x174 ഈസ് 5386, 5386. സിംഗിൾ സ്റ്റാൻഡേർഡ് DNA അല്ലേ? 5x174ൻ്റെ പ്രത്യേകത എന്താടാ? 5x174ൻ്റെ പ്രത്യേകത സിംഗിൾ സ്റ്റാൻഡേർഡ് DNA, എക്സെപ്ഷണൽ കേസാണ്. DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, പക്ഷേ 5x174ന് 5000 ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് DNA കാണുന്ന നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരേ ഒരു ഓർഗാനിസം. ഓക്കെ, 5x174. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് അതിൽ മൊത്തത്തിൽ എത്ര ബേസാണ് ഉള്ളത്, എത്ര ന്യൂക്ലിയോടൈഡുകളുണ്ട് ആ DNAയിൽ? 5386. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്, അപ്പോൾ ഒരു നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞാൽ ഒരു നൈട്രജൻ ബേസ് അല്ലേ, ഒരു ന്യൂക്ലിയോടൈഡിൽ ഒരു നൈട്രജൻ ബേസല്ലേ ഉണ്ടാവുക. അപ്പോൾ നൈട്രജൻ ബേസിൻ്റെ ഇവിടെ എന്തുണ്ട്? ഷുഗർ ഫോസ്ഫേറ്റ്. ചോദ്യം ഇതാണ്, അപ്പോൾ ഇതിൽ എത്ര N ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഉണ്ടാവും? ഈ ബോണ്ടിൽ N ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് 5386 ന്യൂക്ലിയോടൈഡിൻ്റെ ഉറപ്പായും എത്ര ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് തന്നെ ഉണ്ടാവുക? 5386 അല്ലേ ഉണ്ടാവുക. സോ കറക്റ്റാണ്. ടോട്ടൽ നമ്പർ ഓഫ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ബേസും ഷുഗറിനും ഇടയിലുള്ള ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അത് എത്ര ന്യൂക്ലിയോടൈഡാണോ അത്ര തന്നെ നമ്പറുകളാണ് എന്തുണ്ടാവുക? ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഉണ്ടാവുക. 2 ന്യൂക്ലിയോടൈഡ്സ് ആർ ലിങ്ക്ഡ് ത്രൂ 5-3- ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്. തെറ്റാണ്. ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് ഇനി അത് എന്താണെന്നും നമ്മൾ പഠിക്കാൻ പോകുന്നില്ല. ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എന്തായിരിക്കും? 3-5- ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് തന്നെ മക്കൾ പഠിച്ചോളണേ. ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടിൻ്റെ ഡയറക്ഷൻ എന്താണ്? 3-5- ആണ്, അല്ലാതെ എന്തല്ല 5-3- അല്ല. സോ അത് റോങ് ആണ്. ദ പിച്ച് ഓഫ് DNA ഈസ് 6.4 ആങ്സ്ട്രോങ്. പിച്ച് എന്ന് പറഞ്ഞാൽ 34 ആങ്സ്ട്രോങ് അല്ലേ? പിച്ച് ഓഫ് DNA എത്രയാണ്? ആക്ച്വലി 34 ആങ്സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ 3.4 നാനോമീറ്റർ ആണ്. അപ്പോൾ ഇതും തെറ്റാണ്. അതായത് പിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഹെലിക്കൽ ടേണിൻ്റെ ലെങ്ത്, ഇതാണ് 34 ആങ്സ്ട്രോങ് എന്നാണ്. പക്ഷേ തെറ്റാണ്, 6.4 അല്ല. സ്റ്റെബിലിറ്റി ഓഫ് ദി DNA, ഒരു DNAയുടെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ഹൈഡ്രജൻ ബോണ്ട്. സ്റ്റെബിലിറ്റി ഓഫ് എ DNA എന്ന് പറയുന്നത് അതിൻ്റെ ഹൈഡ്രജൻ ബോണ്ടുകളും അതിൻ്റെ ബേസ് പെയറിൻ്റെ സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റുമാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റാണ്. സോ ദിസ് ഈസ് കറക്റ്റ്. ദ ഏവറേജ് റേറ്റ് ഓഫ് പോളിമറൈസേഷൻ ഓഫ് DNA പോളിമറൈസ് ഈസ് 2000 ബേസ് പെയർ പെർ സെക്കൻഡ്. DNA പോളിമറൈസ് ഒരു ഫാസ്റ്റ് എൻസൈമാണ്, കാരണം അതിന് ഒരു സെക്കൻഡിൽ 2000 ബേസ് പെയറുകളെ പോളിമറൈസ് ചെയ്യാൻ അറിയാമെന്ന് നിങ്ങൾ ഈക്കോളൈൻ്റെ DNA റെപ്ലിക്കേഷൻ പഠിക്കുന്നിടക്ക് പഠിച്ചിട്ടുണ്ട്. സോ ഇതും റൈറ്റാണ്. സോ ഏതൊക്കെയാണ് മക്കളെ റൈറ്റ്? എ റൈറ്റാണ്. A, D ആൻഡ് E എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ADE ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തതിലേക്ക് വരും. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? വൺസ് അഗെയിൻ കറക്റ്റ് ഏതാണെന്നാണ് നോക്കണം. DNA is a long polymer of deoxyribonucleotides. DNA is a long polymer of nucleotides എന്ന് ആർക്കാണ് അറിയാത്തത് അല്ലേ? ഉറപ്പായിട്ടുമാണ്. തൈമീൻ ഈസ് കോമൺ ഫോർ ബോത്ത് DNA ആൻഡ് RNA. തൈമീൻ ഈസ് ആബ്സെൻറ്റ് ഇൻ RNA നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ അത് തെറ്റാണ്. എ ന്യൂക്ലിയോടൈഡ് ഹാസ് 3 കോമ്പണൻസ്. ഒരു ന്യൂക്ലിയോടൈഡിന് 3 കോമ്പണൻ്റ് ഉണ്ട്. നൈട്രജൻ ബേസ് ഉണ്ട്, ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്. അത് റൈറ്റ് ആണ്. എ നൈട്രജൻ ബേസ് ലിങ്ക്ഡ് ടു ദ ഫസ്റ്റ് കാർബൺ ആറ്റം ഓഫ് പെൻറ്റോസ് ഷുഗർ
ത്രൂ എൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ടു ഫോം എ ന്യൂക്ലിയോസൈഡ്. അതും ശരിയാണ്. സോ എന്താണ് 3 ആൾക്കാർ ശരിയാണ്. എ, സി ആൻഡ് ഡി. ACD എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ലാസ്റ്റ് വൺ നിങ്ങളൊന്ന് നോക്കിക്കോ. അതായത് ഷുഗർ ഫോസ്ഫേറ്റ് ആണ് നമ്മുടെ ബാക്ക് ബോൺ എന്ന്. DNA യുടെ ബാക്ക് ബോൺ എന്താടാ? ഷുഗർ ഫോസ്ഫേറ്റ്. സോ നൈട്രജൻ ബേസ് ഷുഗറിൻ്റെ ഫസ്റ്റ് കാർബണുമായിട്ട് ലിങ്ക് ചെയ്യുന്ന പറഞ്ഞത് നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിലും കണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്. ഓക്കെ, ഗ്ലൈക്കോസിഡിക് ബോണ്ട് നൈട്രജൻ ബേസിൻ്റെ ഷുഗറിൻ്റെ ഒന്നാമത്തെ കാർബണായിട്ടാണ് എന്ത് ചെയ്യുക? അറ്റാച്ച് ചെയ്യാൻ നമ്മൾ ഓൾറെഡി എന്താണ് പഠിച്ചതാണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത്? 2 ന്യൂക്ലിയോടൈഡ്സ്, അതായത് DNA ന്യൂക്ലിയോടൈഡ് ഉണ്ടാക്കിയത് കാണണമല്ലോ, ഉണ്ടാക്കിയത് 2 ന്യൂക്ലിയോടൈഡ്സ് ആർ ലിങ്ക്ഡ് ബൈ 3-5- ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ്. അതായത് 2 ന്യൂക്ലിയോടൈഡുകളെ കണക്ട് ചെയ്യുന്ന ബോണ്ട് ഏതാടാ? ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടാണ് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോളണേ, 3-5- ആണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. രണ്ടാമത്തെ നോക്കിയേ, DNA ആസ് എൻ ആസിഡ് സബ്സ്റ്റൻസ്. DNA ആസിഡ് സബ്സ്റ്റൻസ് പ്രസൻറ്റ് ഇൻ ന്യൂക്ലിയസ് വാസ് ഫസ്റ്റ് ഐഡൻറ്റിഫൈഡ് ബൈ ഫ്രെഡറിക് മേഷർ. യാതൊരുവിധ സംശയവും നമുക്കില്ല. ഫ്രെഡറിക് മേഷറാണ് DNA ആസിഡ് സബ്സ്റ്റൻസ് ആണ് ന്യൂക്ലിയസിലാണ് ഉള്ളത് എന്ന് നമുക്ക് പറഞ്ഞു തന്നത്. പക്ഷേ അത് പറഞ്ഞു തന്ന 1869 അല്ലാതെ എന്തല്ല 1868 അല്ല. അതുകൊണ്ട് ഇത് ഇൻകറക്റ്റ് ആണ്. സോ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ഇൻകറക്റ്റ് ഓപ്ഷനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരൂ. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ. താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? The chromatin that is more densely packed and stained dark are called euchromatin. തെറ്റാണ്. ഡാർക്ക്ലി സ്റ്റെയിൻഡ് ക്രൊമാറ്റിൻ അല്ലെ ടൈറ്റ്ലി പാക്ഡ് ഹെറ്ററോക്രൊമാറ്റിൻ ആണ് എന്നാണ് നമ്മൾ പഠിച്ചത്. സോ യൂക്രൊമാറ്റിൻ അല്ല. സോ ഹെറ്ററോക്രൊമാറ്റിൻ എന്നായിരുന്നു, അത് കറക്റ്റ് ആവുമായിരുന്നു. അതുകൊണ്ട് റോങ് ആണ്. അടുത്തത് യൂക്രൊമാറ്റിൻ ഈസ് സെറ്റ് ടു ബി ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ്. യൂക്രൊമാറ്റിൻ അല്ലെ ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ക്രൊമാറ്റിൻ ഏതാണ്? യൂക്രൊമാറ്റിൻ ആണ്. ഓക്കെ, ഇവിടെയല്ലേ ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് യൂക്രൊമാറ്റിൻ എന്ന് നമ്മൾ പറഞ്ഞത്. സോ അത് കറക്റ്റാണ്. ഇനി അടുത്ത് നോക്കി, എവേരി, മെക്ലിയോഡ് ആൻഡ് മെക്കാർത്തി വർക്ക്ഡ് ടു ഡിറ്റർമൈൻ ദ ബയോകെമിക്കൽ നാച്ചർ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ഇൻ ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റ്. ഗ്രിഫിത്തിൻ്റെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിൻ്റെ ബയോകെമിസ്ട്രി, അതായത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ DNA ആണോ RNA ആണോ പ്രോട്ടീൻ ആണോ എന്ന് പ്രൂവ് ചെയ്തത് എവേരി, മെക്ലിയോഡ് ആൻഡ് മെക്കാർത്തി ആയിരുന്നു എന്നാണ് പറയുന്നത്. ശരിയാണ്. ഏത് ഇയറാന്ന് മക്കൾക്ക് ഓർമ്മയുണ്ടോ? 1933 to 44. ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് 1928 ഗ്രിഫിത്തിൽ ഏതിലാണ് ചെയ്തത്? 1928 ചെയ്തത്. ഇവർ ചെയ്തതോ 33 to 44. അടുത്ത നോക്കി, ദ unequivocal proof that DNA is the genetic material came from the experiments of Hershey and Chase 1952. അതായത് അൺഡൗട്ടബ്ലി DNA ആണ് ജനിതക മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹെർഷേ ആൻഡ് ചേസ് ആണെന്നും അത് 1952 എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് വെരി വെരി കറക്റ്റാണ്. സോ 3 ഓപ്ഷൻ കറക്റ്റാണ്. BCD ആർ കറക്റ്റ്. എന്താണ്? BCD എന്താണ്? കറക്റ്റ് ഓപ്ഷൻ ആണെന്നാണ് പറയുന്നത്. അടുത്ത നോക്കിയേ, ഇനി ഗ്രിഫിത്ത് നോക്കിയിടാ. മാച്ച് ദി ഫോളോയിങ് ആണ്. ഗ്രിഫിത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ആണെന്ന് നമുക്കറിയാം. സോ A2 ആണ്. എവേരി, മെക്ലിയോഡ് ആൻഡ് മെക്കാർത്തി ഇപ്പോൾ നമ്മൾ പഠിച്ചല്ലേ, ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ആണ്. B എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ A1. A എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? A1 എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി. B എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. C നോക്കിയേ, C അപ്പോൾ മീസൽസ് ആൻഡ് സ്റ്റാള് സെമി കൺസർവേറ്റീവ് DNA പ്രൂവ് ചെയ്ത ആൾ. ഹെർഷേ ആൻഡ് ചേസ് അൺഡൗട്ടബ്ലി DNA ജനറ്റിക് മെറ്റീരിയൽ ആണെന്ന് കണ്ടുപിടിച്ച ആളാണ്. സോ ഒറ്റ ഓപ്ഷൻ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി. ഇനി എർവിൻ ചർഗാഫ് ആണ്. ചർഗാഫ്സ് റൂൾ എന്താ പറയുന്നത്? A+G = T+C. ഓക്കെ, A+G പ്യൂരിൻ പിരമിഡൈൻ റേഷ്യോ =1 എന്ന് പറഞ്ഞ ആളാണ്. സോ A എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാടാ? A2 ആണ്. ഇനി B ഓപ്ഷനിലേക്ക്, വിൽക്കിൻ ആൻഡ് ഫ്രാങ്ക്ലിൻ എന്താ ഉണ്ടാക്കിയേ? DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജ് ഉണ്ടാക്കിയാളാണ്. ഈ ഇമേജ് വെച്ചിട്ടാണ് വാട്സൺ ആൻഡ് ക്രിക്ക് എന്ത് ചെയ്തത്? DNA ഡബിൾ ഹെലിക്കൽ മോഡൽ പ്രൊപ്പോസ് ചെയ്തത്. കണ്ടില്ലേ? അടുത്ത അത് തന്നെയാണ്, ഡബിൾ ഹെലിക്കൽ മോഡൽ പ്രൊപ്പോസ് ചെയ്തു. ഇനി സെൻട്രൽ ഡോഗ്മ പ്രൊപ്പോസ് ചെയ്താരാ? അത് നമ്മുടെ ഫ്രാൻസിസ് ക്രിക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് മാച്ചിങ് നോക്കാമല്ലോ. A എന്ന് പറയുന്നത് 2 ആണ്. സോ A2 ആയിട്ടുള്ള 2 ഓപ്ഷൻ നമുക്കുണ്ട്. പിന്നെ B എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. B3 ആയത് എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന സാധനം. സോ ദ റൈറ്റ് ആൻസർ ഈസ് 1. ഒന്നാമത്തതാണ് മാച്ച് ദ ഫോളോയിങ്ങിൽ റൈറ്റ് ആയിട്ടുള്ളത്. ദ ബേസസ് ഓഫ് RNA ആർ സെയിം ആസ് ദോസ് ഓഫ് DNA.
ഡി എൻ എയിലുള്ള പോലെ തന്നെയാണ് ആർ എൻ എയിലെ ബേസ് കാണുക, വിത്ത് ദ എക്സെപ്ഷൻ ദാറ്റ് ആർ എൻ എ കണ്ടെയ്ൻസ്, ആർ എൻ എയിൽ എന്താ ഉണ്ടാവുക, ഒരു എക്സെപ്ഷനേ അതിലുള്ളൂ, യുറാസിൽ ഇൻസ്റ്റെഡ് ഓഫ് തൈമീൻ. ഡി എൻ എയിൽ തൈമീൻ കാണേണ്ടെടുക്കുക, ആർ എൻ എയിൽ ആരെ കാണണം, യുറാസിൽ കാണുമെന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നൈട്രജൻ ബേസ് ഇൻ ഡി എൻ എ ആൻഡ് ആർ എൻ എ ആർ സെയിം എക്സെപ്റ്റ് തൈമീൻ, വേർ ഇൻ ആർ എൻ എ ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ യുറാസിൽ. യുറാസിൽ അടേ കാണുള്ളൂ, ആർ എൻ എയിൽ മാത്രമേ കാണുള്ളൂ നമുക്കറിയാം. ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ, ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ഡി എൻ എ ആണെന്ന് കണ്ടുപിടിച്ചല്ലോ. പ്രൂവ്ഡ് ദാറ്റ്, എന്താ പ്രൂവ് ചെയ്തത്, ജനറ്റിക് ഇൻഫോർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ഡി എൻ എ. അതായത് 1928 ഗ്രിഫിത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്താണോ അത് ജനിതക മെറ്റീരിയൽ ആണെന്ന് ഗ്രിഫിത്ത് തന്നെ പറഞ്ഞു. ആ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് കണ്ടുപിടിച്ചു നമ്മൾ, ഡി എൻ എ ആണെന്ന് കണ്ടുപിടിച്ചു. ആരാ കണ്ടുപിടിച്ചത്, എവേരി, മെക്ലിയോഡ് ആൻഡ് മെക്കാർത്തേ ഇൻ 33 to 44. സോ അതിൻ്റെ റിസൾട്ട് എന്ന ജനിതക ഇൻഫോർമേഷൻ എവിടെയുണ്ട്, ഡി എൻ എയിലാണ് എന്ന് കണ്ടുപിടിക്കപ്പെട്ടു. പക്ഷേ ബയോളജിക്കൽ വേൾഡ് അൺഡൗട്ടബിളി പ്രൂവ് ചെയ്തത് 1952 ഹെർഷേ ആൻഡ് ചേസിൻ്റെ എക്സ്പെരിമെൻ്റ് കണ്ടതിന് ശേഷമാണ്. വെൻ ഹെർഷേ ആൻഡ് ചേസ് ഡിഫറൻഷ്യലി ടാഗ്ഡ് ഡി എൻ എ ആൻഡ് പ്രോട്ടീൻസ് ഓഫ് ബാക്ടീരിയോഫേജ് ആൻഡ് അലൗഡ് ദം ടു ഇൻഫെക്റ്റ് ബാക്ടീരിയ, വാട്ട് ഡിഡ് ദ വൈറസ് ട്രാൻസ്ഫർ ടു ബാക്ടീരിയ. അതായത് ഹെർഷേ ആൻഡ് ചേസ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്ടീരിയോഫേജിനെ കൊണ്ട് ഈക്കോളെ ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യിച്ചു. 1952 ഹെർഷേ ആൻഡ് ചേസ് ചെയ്തത് ഡി എൻ എയെ P32 കൊണ്ട് ലേബൽ ചെയ്തു, പ്രോട്ടീൻ കോട്ടിനെ S35 കൊണ്ട് ലേബൽ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ് എക്സ്പെരിമെൻ്റ് ആണ്, ഇങ്ങനെ ഒറ്റയടിക്കൽ 2 എക്സ്പെരിമെൻ്റ് ആയിട്ട്. സോ ഇങ്ങനെ ഇൻഫെക്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് കാണാൻ പറ്റിയ എന്താ, ബാക്ടീരിയയിലേക്ക് എൻട്രി ചെയ്യുന്നത് ബാക്ടീരിയോഫേജിൻ്റെ എന്താണ്, ഡി എൻ എ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, എന്താണ് ബാക്ടീരിയയിൽ എൻട്രി ചെയ്തത്, റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഇവിടെ ഉണ്ടാവില്ലേ, നമ്മൾ ഓൾറെഡി ഇതിനെ റേഡിയോ ലേബൽ ചെയ്തിട്ടില്ലേ ഡി എൻ എ. സോ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉണ്ട്, ഡി എൻ എ ഉണ്ട്. ഡി എൻ എ ആണല്ലോ ഇത്, ഡി എൻ എ റേഡിയോ ലേബൽഡ് ആയ സാധനമല്ല ഇഞ്ചെക്ട് ചെയ്യുന്നത്. സോ ബോത്ത് 1 and 3 ആർ കറക്റ്റ്, 1ഉം 3ഉം ശരിയാണ്. ഡി എൻ എ ആണ് ഉള്ളിൽ കിടക്കുന്നത്. പക്ഷേ നമ്മൾ ആ ഡി എൻ എന് എന്ത് ചെയ്തിരുന്നു, ഫോസ്ഫറസ് 38 കൊണ്ട് ലേബൽ ചെയ്തുകൊണ്ട് 1ഉം ശരിയാണ്. റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉള്ള ഡി എൻ എ ആണ് എന്ത് ചെയ്യുന്നത്, ബാക്ടീരിയൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തതെന്ന് ആർക്കും മനസ്സിലായി, 1952 ഹെർഷേ ആൻഡ് ചേസിന് മനസ്സിലായി. ആൻഡ് ദേ അൺഡൗട്ടബിളി പ്രൂവ്ഡ് ദാറ്റ് ഡി എൻ എ ഇസ് ദ ജനറ്റിക് മെറ്റീരിയൽ. അടുത്ത നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്ലി ഡിസ്ക്രൈബ് ക്രൊമാറ്റിൻ. ക്രൊമാറ്റിനെ വളരെ കറക്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരുന്നത് ഏതാണ്, ദ കോംപ്ലക്സ് ഓഫ് ഡി എൻ എ ആൻഡ് പ്രോട്ടീൻ ഫോം ഫ്രം വിച്ച് ക്രോമസോംസ് ആർ കമ്പോസ്ഡ് എന്നാണ്. ദ കോംപ്ലക്സ് ഓഫ് ഡി എൻ എ ആൻഡ് പ്രോട്ടീൻ ഫ്രം വിച്ച് ദ ക്രോമസോംസ് ആർ കമ്പോസ്ഡ്, അത് ശരിയാണ്. ദ ടോട്ടൽ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് എ കണ്ടന്റ് ആണോ, അല്ല, ദ കോംപ്ലക്സ് ഓഫ് ഡി എൻ എ ആൻഡ് പ്രോട്ടീൻ ഫ്രം വിച്ച് ക്രോമസോംസ് ആർ കമ്പോസ്ഡ്. ദ പ്രോട്ടീൻ ഗിവ് ദ സ്ട്രക്ചറൽ സപ്പോർട്ട് ടു ക്രോമസോം. എന്താണ് അൺപാക്ഡ് ഡി എൻ എ, അതൊന്നുമല്ല. എന്താണ് കറക്റ്റ് ആയിട്ടുള്ളത്, ദ കോംപ്ലക്സ് ഓഫ് ഡി എൻ എ ആൻഡ് പ്രോട്ടീൻ. കോംപ്ലക്സ് ഓഫ് ഡി എൻ എ എന്ന് പറഞ്ഞാൽ ഡി എൻ എയും ഹിസ്റ്റോൺ ഒക്ടാമറും അല്ലേ, വിച്ച് ക്രോമസോം, അങ്ങനെയാണ് ക്രോമസോമിൽ കമ്പോസ് ചെയ്ത് ക്രോമസോം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീനുകൾ കൊണ്ടും ഡി എൻ എ കൊണ്ടുമാണെന്ന് നമുക്ക് ക്രോമാറ്റിൻ സ്ട്രക്ചർ നമുക്ക് മനസ്സിലായതാണ്. അടുത്ത് നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയേഴ്സ് ഇൻകറക്റ്റ്ലി മാച്ച്ഡ്. ഏതോ ഒന്ന് കറക്റ്റ് അല്ല. പ്യൂരിൻ എന്ന് പറയുന്ന അഡിനീൻ ആൻഡ് ഗുവാനിൻ അല്ലേ, ശരിയാണ്. പിരമിഡൈൻസ് എന്ന് പറഞ്ഞാൽ സൈറ്റോസിൻ, യുറാസിൽ ആൻഡ് തൈമീന, പക്ഷേ തൈമീൻ ഇവിടെ തന്നില്ല എന്നേ ഉള്ളൂ. യുറാസിൽ. ന്യൂക്ലിയോസൈഡ്സ് ഏതാ, അഡിനോസിൻ ന്യൂക്ലിയോസൈഡാണ്, തൈമിഡിൻ ന്യൂക്ലിയോ. ഡി എൻ എ ബേസിക് മോളിക്യൂളാണോ, ഡി എൻ എൻ്റെ ഫുൾ ഫോം തന്നെ എന്താ, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. ഡി എൻ എ ഇസ് എൻ ആസിഡ്, ഇറ്റ് ഈസ് നോട്ട് എ ബേസ്. എന്ത് പൊട്ട ചോദ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നും. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികൾ ഇത് ശ്രദ്ധിക്കില്ല. ഡി എൻ എ ആസിഡ് ആണ്, ഡി എൻ എൻ്റെ ലാസ്റ്റ് ലെറ്റർ തന്നെ ആസിഡ് എന്നാണ്, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് തന്നുകൊണ്ട് പറയാണ് ബേസിക് ബയോമോളിക്യൂൾ ആണെന്ന്. ആസിഡ് എന്നതിൻ്റെ പേരിൽ തന്നെയുണ്ട്. ഓക്കെ, അടുത്ത നോക്കിയേ, ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആർ റിച്ച് ഇൻ. ഹിസ്റ്റോണിൻ്റെ ചാർജ് എന്താ, പോസിറ്റീവ് ചാർജ് അല്ല, അതിന് പോസിറ്റീവ് കൊടുത്താരാ, ലൈസീൻ ആൻഡ് ആർജിനൈൻ. ബേസിക് അമിനോ ആസിഡായ ലൈസീനും ആർജിനൈനുമാണ്. ഇനി വാട്ട് ഈസ് ദ റോൾ ഓഫ് ആർ എൻ എ പോളിമറൈസ് 3. നമുക്കറിയാം യൂക്കാരിയോട്സിൽ 3 ആർ എൻ എ പോളിമറൈസ് ഉണ്ട്. ആർ എൻ എ പോളിമറൈസ് 1, ആർ എൻ എ പോളിമറൈസ് 2, ആർ എൻ എ പോളിമറൈസ് 3.
RNA പോളിമറൈസ് 1 എന്തിനെയാണ് ട്രാൻസ്ക്രൈബ് ചെയ്തത്? RRNA. RRNA ഏതൊക്കെയായിരുന്നു? 18S, 5.8S, 28S. RNA പോളിമറൈസ് 2 എന്താ ട്രാൻസ്ക്രൈബ് ചെയ്ത്? HNRNA. RNA പോളിമറൈസ് 3 ഏതാ ട്രാൻസ്ക്രൈബ് ചെയ്ത്? tRNA, 5S rRNA, snRNA, സ്മോൾ ന്യൂക്ലിയർ RNA. ഇനി നോക്കിയ ഓപ്ഷൻ RNA പോളിമറൈസ് 3 എന്താണ്? ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ UK. വാട്ട് ഈസ് ദ റോൾ ഓഫ് RNA പോളിമറൈസ് 3? ട്രാൻസ്ക്രൈബ്സ് 3 tRNA, ശരിയല്ലേ? RNA പോളിമറൈസ് 3 ട്രാൻസ്ക്രൈബ്സ് tRNA, 5S rRNA ആൻഡ് snRNA. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. ഇത് RNA പോളിമറൈസ് 3ക്ക് പകരം എന്തും ചോദിക്കാം. RNA പോളിമറൈസ് 1 ചോദിക്കാം, RNA പോളിമറൈസ് 2 ചോദിക്കാം, RNA പോളിമറൈസ് 3 ഏതും ചോദിക്കാം. ഓക്കെ. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത് പ്രോകാരിയോട്സിൽ ഇങ്ങനെ 3 എൻസൈം ഇല്ല, എല്ലാം ഒരു എൻസൈം. എല്ലാ RNA ഉണ്ടാക്കുന്നത് എന്താ? ഒരു സിംഗിൾ എൻസൈമാണ്, ബാക്ടീരിയൽ. നമ്മളെ കേസാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കണേ മക്കളെ. RNA പോളിമറൈസ് നോക്കൂ, ഞാനിവിടെ വരക്കാം. ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്, പ്രൊമോട്ടർ, ടെർമിനേറ്റർ, സ്ട്രക്ചറൽ ജീൻ. RNA പോളിമറൈസ് ബൈൻഡ്സ് വിത്ത് റോ ഫാക്ടർ. RNA പോളിമറൈസ് ആദ്യം സിഗ്മ ഫാക്ടറുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങും. RNA പോളിമറൈസ് ടെർമിനേറ്ററിൽ എത്തുമ്പോൾ റോ ഫാക്ടറുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേറ്റ് ചെയ്യും എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി നോക്കിയേ, ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, നോക്കണം. RNA പോളിമറൈസ് ബൈൻഡ്സ് വിത്ത് റോ ഫാക്ടർ, ഇതാണല്ലോ റോ ഫാക്ടർ, ടു ടെർമിനേറ്റ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ ബാക്ടീരിയ. പക്ക സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇപ്പം തന്നെ നമ്മൾ ബാക്കി വായിക്കേണ്ട പോലുമില്ല. ഓക്കെ. അടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ദ കോഡിംഗ് സ്ട്രാൻഡ് ഇൻ ദ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഈസ് കോപ്പീഡ് ഇൻ ടു mRNA. അതായത് സ്ട്രക്ചറൽ ജീനിൽ 3'5' സ്ട്രാൻഡിനെ നമ്മൾ എന്താ വിളിക്കുക? ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണല്ലോ. 5'3' സ്ട്രാൻഡിനെയോ കോഡിംഗ് സ്ട്രാൻഡ്. പറയുന്ന ദ കോഡിംഗ് സ്ട്രാൻഡ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഈസ് കോപ്പീഡ് ടു mRNA ആണോ? ടെംപ്ലേറ്റ് സ്ട്രാൻഡിലടാ കോപ്പി ചെയ്യുക, mRNA ആയി മാറുന്നത് കോപ്പി ചെയ്യപ്പെടുന്ന സ്ട്രാൻഡ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ്, അതുകൊണ്ട് അത് കറക്റ്റ് അല്ല. അടുത്തത് സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെൻറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രോകാരിയോട്സ്. സ്പ്ലിറ്റ് ജീൻ ആയിരിക്കുക കാണുക. ഇവിടെ വേണ്ടിയിരുന്നത് യൂകാരിയോട്സ്. നമ്മളെ ജീനിലാണ് ഇൻട്രോൺസ് ഉള്ളത്. നമ്മളെ ജീൻ ഇൻട്രോൺസ് ഉള്ള ജീനുകളെയാണ് നമ്മളെന്ത് പറയുക? സ്പ്ലിറ്റ് ജീനുകൾ എന്ന് പറയുക. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് യൂകാരിയോട്സ്. എന്താണ് യൂകാരിയോട്സ്? ഇൻ ക്യാപ്പിംഗ് മീഥൈൽ ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഈസ് ആഡഡ് അറ്റ് 5' എന്നാണ് വേണ്ടത്. ഇവിടെ 5' എന്നായിരുന്നു വേണ്ടത്. ഓക്കെ, അതിന് പകരം എന്തായിപ്പോയി? ക്യാപ്പ് അല്ലേ? HNRNAയിൽ ക്യാപ്പ് എപ്പോഴും എവിടെയാണ് ഉണ്ടാവുക? മീഥൈൽ ക്യാപ്പ് എവിടെയാണ് ഉണ്ടാവുക? 5' എൻഡിൽ. 3' എൻഡിൽ എന്താ ഉണ്ടാവുക? പോളി എ ടെയിലല്ലേ ഉണ്ടാവുക. സോ തെറ്റാണ്. അടുത്ത നോക്കി, വിച്ച് ഓഫ് ദി ഓൺലി എൻസൈം ദാറ്റ് ഹാസ് ദ കേപ്പബിലിറ്റി ടു കാറ്റലൈസ് ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. അതായത് ഇനീസിയേഷനും ഇലോങ്ങേഷനും ടെർമിനേഷനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന എൻസൈം ഏതാ? RNA പോളിമറൈസ്. RNA പോളിമറൈസിന് ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും, ഇലോങ്ങേറ്റ് ചെയ്യാൻ പറ്റും, ടെർമിനേറ്റ് ചെയ്യിപ്പിക്കാനും പറ്റുന്നതാണ്. സോ DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ്. നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു ഇനീഷ്യേറ്റ് റെപ്ലിക്കേഷൻ എലോൺ. തനിച്ച് എന്ത് ചെയ്യാനാവില്ല? DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസിനാവില്ല. സോ ആൻസർ, റൈറ്റ് ആൻസർ ഏതാണ്? ഒന്നാമത്തതാണ്, ഫസ്റ്റ് വൺ. ഒന്നാണ് റൈറ്റ് ആൻസർ. ഓക്കെ. അടുത്തത്, നെയിം ദ എൻസൈം ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ഓപ്പണിംഗ് ഓഫ് DNA ഹെലിക്സ് ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ DNA ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ mRNA, RNA അല്ലേ ഉണ്ടാവേണ്ടത്. സോ RNA ഉണ്ടാവണം. സോ ഇതിനെ കോപ്പി ചെയ്യണമെങ്കിൽ എന്താടാ? ഈ ഹൈഡ്രജൻ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്ത് ഇവിടെ ഓപ്പൺ ആക്കണ്ടേ? ഇവിടെ തൽക്കാലത്തേക്ക് DNA എന്താണ് സെപ്പറേറ്റ് ചെയ്യണേ DNA സ്ട്രാൻഡ്സ്. അതാരാണ് ചെയ്യുന്നത്? നമ്മുടെ ചങ്ങാതി തന്നെ, RNA പോളിമറൈസ്. ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, RNA പോളിമറൈസ് സംഹൗ ഓപ്പൺ ദി ഹെലിക്സ്. എങ്ങനെയോ എന്ത് ചെയ്യുന്നുണ്ട്? RNA പോളിമറൈസ് DNA ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ടാണ് കോപ്പിംഗ് നടക്കുക. ഓക്കെ ആണല്ലോ. അടുത്തത് പോളിമറൈസ്. ഇനി അടുത്തത് മാച്ച് ദി ഫോളോയിങ് ആണ്. പോളിമറൈസ് എന്ന് പറയുമ്പോൾ എന്താടാ? പോളിമറൈസ് സെപ്പറേറ്റ് 2 സ്റ്റാൻഡ്സ് ആണ്, മേക്ക് കട്ട്. ഓക്കെ, ജോയിൻ 2 DNA മോളിക്യൂൾ. പോളിമറൈസ് ആണ് സെപ്പറേറ്റ്
ബ്രേക്ക് ദ DNA ഇൻറ്റു ഫ്രാഗ്മെൻറ്റ്സ് ആണോ? അല്ല, അത് പോളിമറൈസ് അല്ല. ദെൻ സെപ്പറേറ്റ് 2 സ്ട്രാൻഡ്സ് ഓഫ് DNA. പോളിമറൈസിന് പറ്റില്ലേ? ചോദ്യം എന്താണ്? ചൂസ് ദ കറക്റ്റ് പെയർ ആണേ മക്കളെ, അത് മാച്ച് ചെയ്യാനല്ല, ചൂസ് ദി. ഞാൻ ചോദ്യം റീഡ് ചെയ്യാത്തതൊരു പ്രശ്നമാണ്, സ്പീഡിൽ നമ്മൾ ചൂസ് ദി കറക്റ്റ് പെയർ. പോളിമേഴ്സ് ബ്രേക്ക് DNA ഫ്രാഗ്മെൻറ്റ്സ് ആണോ? അല്ല. ന്യൂക്ലിയസ് സെപ്പറേറ്റ് 2 സ്ട്രാൻഡ്സ് ഓഫ് DNA? അല്ല. എക്സോ ന്യൂക്ലിയസ് മേ കട്ട് അറ്റ് സ്പെസിഫിക് പൊസിഷൻ വിത്തിൻ DNA? അല്ല. എന്താണ്? ലിഗേസ് ആണ്. ലിഗേസ് ജോയിൻസ് 2 DNA മോളിക്യൂൾസ്. പഠിച്ചല്ലേ? DNA ലിഗേസ് ജോയിൻസ് 2 DNA മോളിക്യൂൾ. എൻസൈം ക്ലാസിഫിക്കേഷനിൽ 6th ക്ലാസ് ആണ് ലിഗേസ്. ഓക്കെ, എൻസൈം ക്ലാസിഫിക്കേഷൻ മക്കൾ ഓർക്കുന്നുണ്ടോ? ഒന്നാമത്തെ ക്ലാസ് ഓക്സിഡോ റിഡക്റ്റേസ്, ട്രാൻസ്ഫറൈസ്, ഹൈഡ്രോലൈസ്, ലയേസ്, ഐസോമറൈസ് ആൻഡ് ലിഗേസ്. അപ്പോൾ 2 DNA മോളിക്യൂൾ തന്നാൽ അതിൽ ഡൈഎസ്റ്റർ ബോണ്ട് ഉണ്ടാക്കിയിട്ട് അതിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആളാണ് ആര്? ലിഗേസ് എന്ന് പറയുന്ന എൻസൈം. ഓക്കെ, ഡിസ്കണ്ടിന്യൂസ്ലി സിന്തസൈസ്ഡ് ലാഗിങ് സ്റ്റാൻഡിലുള്ള DNA ഫ്രാഗ്മെൻറ്റിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതും ആര് തന്നെയാണ്? DNA ലിഗേസ് ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കിയേ, ഇതാണ്. ദിസ് ഈസ് ദ സീക്വൻസ് ഓഫ് കോഡിംഗ് സ്ട്രാൻഡ്. ഒരു ജീനിൻ്റെ കോഡിംഗ് സ്ട്രാൻഡിൻ്റെ സീക്വൻസ് തന്നു. വാട്ട് വിൽ ബി ദ കറസ്പോണ്ടിങ് സീക്വൻസ് ഓഫ് mRNA? അപ്പോൾ ഞാനിങ്ങ് നിങ്ങൾക്ക് എഴുതി തരാം. ദ സീക്വൻസ് ഓഫ് കോഡിംഗ് സ്ട്രാൻഡ്, മക്കൾ നോക്കിക്കോളേ. കോഡിംഗ് സ്ട്രാൻഡിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? mRNA സീക്വൻസ് തന്നെയാണ്, എക്സെപ്റ്റ് തൈമീൻ വേർ ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ യുറാസിൽ. അവിടെ ആരെ വെച്ച് കൊടുത്താൽ മതി മക്കളെ? യുറാസിൽ വെച്ച്. അപ്പോൾ തൈമീൻ എവിടെയുണ്ടോ? ഇവിടെ 3 പ്ലേസിലല്ലേ തൈമീൻ ഉള്ളത്, അവിടെ നിങ്ങൾ യുറാസിൽ പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. നോക്കിയേ, അപ്പോൾ ആദ്യം നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട വേറെ ഒന്നുമില്ല, AGG എന്ന് പറയുന്ന ഒന്നുമില്ല. അപ്പോൾ ഒന്നാമത്തെ തന്നെ ഉത്തരം AGGU. ഓക്കെ, AUCG ഇല്ല, അവസാനം T ആയതുകൊണ്ട് അവസാനം U വന്നു. അപ്പോൾ 1 ഈസ് ദ റൈറ്റ് ആൻസർ. സോ നിങ്ങൾ ആകെ അറിയേണ്ടത് കോഡിംഗ് സ്ട്രാൻഡ് മക്കളൊന്ന് നോക്കുക. കോഡിംഗ് സ്ട്രാൻഡിൻ്റെ അതേ സീക്വൻസ് തന്നെയായിരിക്കും RNAയിൽ ഉണ്ടാവുക, പക്ഷേ തൈമീന് പകരം ആര് വെച്ച് കൊടുക്കണം? യുറാസിൽ വെച്ച് കൊടുക്കണം. ഫോളോയിങ് ആർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് റെപ്ലിക്കേഷൻ പ്രോസസ്. നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് കാറ്റലൈസ് പോളിമറൈസേഷൻ ഓൺലി ഇൻ 1 ഡയറക്ഷൻ. ശരിയാണ്. ആ ഡയറക്ഷൻ ഏതാടാ? 5' 3' ഡയറക്ഷനിലെ ഒരു പുതിയ സ്ട്രാൻഡ് ഉണ്ടാക്കുകയുള്ളൂ. ഡ്യൂറിങ് റെപ്ലിക്കേഷൻ 1 സ്ട്രാൻഡ് ഓഫ് DNA, ദ റെപ്ലിക്കേഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ്. ദ ടെംപ്ലേറ്റ് വിത്ത് 3' 5'. ശരിയാണ്. 3' 5' ടെംപ്ലേറ്റ് ഉള്ള സ്റ്റാൻഡിൽ എന്താണ്? ദ റെപ്ലിക്കേഷൻ ഈസ് ഡ്യൂറിങ് DNA replication 1 strand of DNA, the replication is discontinuous. അവിടെ പറയുന്നത് the template is 3' 5'. അവിടെ ഡിസ്കണ്ടിന്യൂസ് ആവില്ല. ടെംപ്ലേറ്റ് 3' 5' ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് റെപ്ലിക്കേഷൻ പോവുക. സോ അത് റോങ് ആണ്. The discontinuously synthesized fragments are later joined by the enzyme DNA ligase. ശരിയാണ്. DNA ligase ആണ് എന്ത് ചെയ്യുന്നത്? ഡിസ്കണ്ടിന്യൂസ്ലി സിന്തസൈസ് സ്റ്റാൻഡിലുള്ള DNA സെഗ്മെൻറ്റ് സീൽ ചെയ്യുന്നത്. DNA പോളിമറൈസ് ഓൺ ദെയർ ഓൺ കനോട്ട് ഇനീഷ്യേറ്റ് ദ പ്രോസസ് ഓഫ് റെപ്ലിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാ, DNA റെപ്ലിക്കേഷൻ സ്വന്തമായിട്ട് റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ 3 ആൾക്കാർ കറക്റ്റാണ്. ഏതൊക്കെയാണ് നോക്കിയേ? A, C ആൻഡ് D. ACD ആർ കറക്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ. അടുത്ത, മാച്ച് ദി കോളം ആൻഡ് ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് കോമ്പിനേഷൻ. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാ എഴുതുക? RNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ്. അതായത് DNA ടു RNA അല്ലടാ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക ഇങ്ങോട്ടല്ലേ. അപ്പോൾ അത് നടത്തണമെങ്കിൽ RNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസിനെ നടത്താനാവുക എന്നാണ്. RNAയിൽ നിന്ന് RNA ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ലേ DNA ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ആ എൻസൈമിൻ്റെ പേരെന്താ? RNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് ആണ്. ഇനി അറ്റ് 5' എൻഡ് ഓഫ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ എന്നാ ഉണ്ടാവുക? 5' എൻഡിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് ഉണ്ടാവുക. സോ A എന്ന് പറയുന്നത് 5 ആണ്. ദെൻ B എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. B 3 ആയിട്ട് ഒറ്റ ഓപ്ഷനേ നമുക്കുള്ളൂ, 4 ആണ്. ഓക്കെ, അപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടി. A 5 ആണ്, B 4 ആണ്. എന്താണ്? B എന്ന് പറയുന്നത് 3 ആണ്. ഇനി റിമൂവൽ ഓഫ് ഇൻട്രോൺസ് ആൻഡ് ജോയിനിങ് ഓഫ് എക്സോൺ അതാടാ? സ്പ്ലൈസിങ് അല്ലേ? സ്പ്ലൈസിങ് ആണ്. എക്സോൺസ് ഹെൽപ്സ് ഇൻ ദ സിന്തസിസ് ഓഫ് എന്താണ്? എക്സോൺസ് ഹെൽപ്സ് ഇൻ ദ സിന്തസിസ് ഓഫ്
പ്രോട്ടീനാണ്. എക്സോണിൽ നിന്നല്ലേ mRNA ഉണ്ടാവുന്നത്, mRNAയിൽ നിന്നല്ലേ പ്രോട്ടീൻ ഉണ്ടാവും. സോ 4-മത്തതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. അടുത്ത നോക്കിയേ, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ആണ് നടത്തുക. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസിന് പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കുന്നതാരാ? പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ട്രാൻസ്ക്രിപ്ഷൻ നടത്തുന്നതാരാ? ട്രാൻസ്ക്രിപ്ഷൻ നടത്തുന്ന RNA പോളിമറൈസ് ആണ്. DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ്. റെപ്ലിക്കേഷനോ DNA പോളിമറൈസ്. സോ നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാമല്ലോ. ഒന്നാമത്തത് 3 A എന്ന് പറയുന്നത് 3 ആണ്. A3 ആണ്. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? B എന്ന് പറയുന്നത് 2 ആണ്. B2. അപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടിയതാണ്. സെക്കൻഡ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. സി നോക്കിയേ, C4 അല്ലേ? സി എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ, RNA പോളിമറൈസും DNA ഒന്നാണ്. DNA പോളിമറൈസ് ആണ്. DNA റെപ്ലിക്കേഷൻ നടത്തുക. ഓക്കെ ആണല്ലോ. ഇനി ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു HNRNA ഉണ്ട്. ഒരു HNRNA ഉണ്ട്. അതിൻ്റെ 5' എൻഡിൽ 7-methyl ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഓക്കെ, അതിനെയാണ് നമ്മൾ മീഥൈൽ ക്യാപ്പ് എന്ന് വിളിക്കുന്നത് ചുരുക്കിയിട്ട്. 7-methyl ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അതെവിടെ ആഡ് ചെയ്യുക? 5' എൻഡിൽ ആഡ് ചെയ്യും. അതിനെ നമ്മൾ ക്യാപ്പിംഗ് എന്ന് പറയുക. ടെയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? 3' എൻഡിൽ 200 to 300 അഡിനീൻ ആഡ് ചെയ്യുന്നത് ടെയിലിംഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. ക്യാപ്പിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് എഡീഷൻ ഓഫ് മീഥൈൽ ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റ് അറ്റ് 5' എൻഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് 5' എൻഡിലാണ് ക്യാപ്പ് വരിക. ഏത് ക്യാപ്പ്? മീഥൈൽ ക്യാപ്പ്. അതിന് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, മെത്തിലേറ്റഡ്, അതായത് മെത്തിലേറ്റഡ് ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് പറയുക. മെത്തിലേറ്റഡ് ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഇങ്ങനെയും പറയാം. ഓക്കെ, അടുത്ത് നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് DNA പോളിമറൈസ്. നമ്മൾ പറഞ്ഞ DNA പോളിമറൈസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതിൽ ട്രൂ ഏതാണ്? ഇറ്റ് ക്യാൻ സിന്തസൈസ് DNA ഇൻ ദി 5'3' ഡയറക്ഷൻ. DNA പോളിമറൈസിന് ഒരു പുതിയ DNA സ്ട്രാൻഡ് ഏത് ഡയറക്ഷനിൽ ഉണ്ടാക്കാൻ പറ്റൂ? 5'3' ഡയറക്ഷനാണ്. ഓക്കെ, ബാക്കിയെല്ലാം തെറ്റാണ്. എന്താണ്? ബാക്കിയൊക്കെ തെറ്റാണ്. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ലേഷൻ ഓഫ് mRNA ടു പ്രോട്ടീൻ ബിഗിൻസ്. ഓക്കെ, ഒരു പ്രോസസ് ഓഫ് ട്രാൻസ്ലേഷൻ ഓഫ് mRNA, അതായത് നമ്മൾ ഒരു സെല്ലിൽ നിന്ന് mRNA സൈറ്റോപ്ലാസ്റ്റിലെത്തി, മെസ്സഞ്ചർ RNA സൈറ്റോപ്ലാസ്റ്റിലെത്തിയാൽ എപ്പോഴാണ് ട്രാൻസ്ലേഷൻ ബിഗിൻ ചെയ്തു എന്ന് പറയുക? ഒന്നുമില്ല, സ്മോളർ സബ് യൂണിറ്റ് എൻകൗണ്ടർ ചെയ്യുക. അതായത് റൈബോസോമിൻ്റെ സ്മോളർ സബ് യൂണിറ്റ് mRNA എന്ത് ചെയ്യുക? അതിന് മേലെ വന്ന് ബൈൻഡ് ചെയ്യുക. നമ്മൾ ട്രാൻസ്ലേഷൻ തുടങ്ങി എന്ന് പറയും. സോ അതാണ് ദ സ്മോളർ സബ് യൂണിറ്റ് ഓഫ് റൈബോസോം എൻകൗണ്ടർ mRNA. അന്നേരമാണ് നമ്മൾ ട്രാൻസ്ലേഷൻ ഗെറ്റ് ഇനീഷ്യേറ്റഡ് എന്ന് പറയും. എന്താ പറയുക? ട്രാൻസ്ലേഷൻ തുടങ്ങി. വിച്ച് ഓഫ് ദി ഫോളോയിങ് RNA ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടത് ആരൊക്കെയാ? ഒരു മെസ്സഞ്ചർ RNA വേണം, ഒരു ട്രാൻസ്ഫർ RNA വേണം, ദെൻ റൈബോസോമൽ RNA വേണം. ഇത് മൂന്നും ഉണ്ടെങ്കിലല്ലേ നടക്കൂ. ആര് വേണ്ട? siRNA വേണ്ട. mRNAയും tRNA rRNA ആണ് പ്രോട്ടീൻ സിന്തസിന് വേണ്ടത്. സോ ഇതിൽ mRNAൻ്റെ കയ്യിൽ എന്തുണ്ട്? മെസ്സേജ് ഫോർ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. tRNA എന്താ ചെയ്യുക? റീഡ് mRNA കോഡോൺസ്. പിന്നെ ബ്രിങ് അമിനോ ആസിഡ്. ഓക്കെ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ അമിനോ ആസിഡ് ഫ്രം സൈറ്റോപ്ലാസം ടു ദി സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. അതായത് സൈറ്റോപ്ലാസത്തിലുള്ള അമിനോ ആസിഡുകളെ പ്രോട്ടീൻ സിന്തറ്റിക് ഫാക്ടറിയായ റൈബോസോമുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതാരാ? നമ്മുടെ tRNA. റൈബോസോമൽ RNA എന്താ? ഇറ്റ് ആക്ട് ആസ് കാറ്റലിസ്റ്റ്. ഓക്കെ, ഇറ്റ് ആക്ട് ആസ് കാറ്റലിസ്റ്റ്. എക്സാമ്പിൾ 23S rRNA അല്ലേ? എന്താണ്? ഇറ്റ് ഹാസ് സ്ട്രക്ചറൽ റോൾ. സ്ട്രക്ചറൽ റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? rRNAക്ക് സ്ട്രക്ചറൽ റോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് റൈബോസോമാണ്. റൈബോസോം ഉണ്ടാക്കിയത് കുറേ rRNA, ഇത് rRNA ആണ്. റൈബോസോം ഉണ്ടാക്കി, അതിപ്പോൾ സ്ട്രക്ചറൽ റോൾ ഉണ്ട്. റൈബോസോം ഉണ്ടാക്കണമെങ്കിൽ അതിന് സ്ട്രക്ചർ കൊടുക്കണേ rRNA വേണം. അതുകൂടാതെ ചില rRNA എന്തായിട്ട് വർക്ക് ചെയ്യും? കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കുന്നത് ആരാടാ? പ്രോട്ടീൻ സിന്തസിൻ്റെ സമയത്ത് പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കുന്ന കാറ്റലിസ്റ്റ് ഏതാ? 23S rRNA ആണ്. അതിനെ നമ്മൾ റൈബോസൈമുകൾ എന്നാ വിളിക്കുക? റൈബോസൈം. ഇനി നിങ്ങൾ നോക്കിയേ, ദ കോഡോൺ AUG എന്ന് പറയുന്ന മെത്തിയോണിനല്ല, ദ ഇനീഷ്യേറ്റർ കോഡോൺ ആണ്. ഇറ്റ് കോഡ്സ് ഫോർ മെത്തിയോണിൻ ആൻഡ് ഫിനൈൽ അലാനിൻ. തെറ്റാണ്.
ഫിനൈൽ അലാനിൻ എന്ത് ചെയ്യില്ല, റെപ്രസെൻ്റ് ചെയ്യില്ല. അടുത്തത് AAA ആൻഡ് AAG ബോത്ത് കോഡോൺസ് കോഡ് ഫോർ ദ അമിനോ ആസിഡ് ലൈസിൻ. ശരിയാണ്. അതായത് AUG കോഡ്സ് ഫോർ മെത്തിയോണിൻ ശരിയാണ്. ആൻഡ് ഫീനൈൽ അലാനിൻ എന്ന് പറയുന്നിടയ്ക്കാണ് ഇത് തെറ്റിപ്പോയത്. ഓക്കെ ആണോ? പക്ഷേ AAA അത് ഓർമ്മിക്കേണ്ടത് ഇങ്ങനെ ആലീസ് എന്ന് ഓർമ്മിച്ചാൽ മതി. AAALIS ആലീസ് ലൈസീനാണ്. AAA ലൈസീനാണ്. അതേപോലെ തന്നെ AAG എന്ത് തന്നെയാണ്, ലൈസീനാണ്. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ. അടുത്തത് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ചാർജിങ് ഓഫ് tRNA ആണ്. എന്താണ് ചാർജിങ് ഓഫ് tRNA എന്ന ഓപ്ഷൻ ഇല്ല. ചാർജിങ് ഓഫ് tRNA നമ്മളെന്താ പറയുക, അമിനോ എസൈലേഷൻ ഓഫ് tRNA എന്ന് പറയാറുണ്ട്. ചാർജിങ് ഓഫ് tRNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റോപ്ലാസത്തിൽ ഉള്ള അമിനോ ആസിഡുകൾ, ഓക്കെ, അതായത് ഇത് tRNA ആണ്, ട്രാൻസ്ഫർ RNA എന്ന് വെക്കുക. ട്രാൻസ്ഫർ RNAയുടെ 3' എൻഡിൽ ആക്ടിവേറ്റഡ് അമിനോ ആസിഡ് വന്ന് ബൈൻഡ് ചെയ്യുക. അതായത് അമിനോ ആസിഡ് ATP ആയിട്ട് റിയാക്ട് ചെയ്താൽ അതിനെ നമ്മൾ ആക്ടിവേറ്റഡ് അമിനോ ആസിഡ് എന്നാണ് പറയുക. ഈ ആക്ടിവേറ്റഡ് അമിനോ ആസിഡ് എവിടെ വന്ന് ബൈൻഡ് ചെയ്യണം, 3' എൻഡ് ഓഫ് tRNAയിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പറയുക, ചാർജിങ് ഓഫ് tRNA. ടു ബി മോർ സ്പെസിഫിക്, അമിനോ എസൈലേഷൻ ഓഫ് tRNA എന്നാണ് പറയുക. ഓക്കെ, tRNAയുടെ ഇവിടെയുള്ള ആൻറ്റി കോഡോൺ ലൂപ്പിലുള്ള 3 എന്താണ് ബേസുകളെ നമ്മൾ എന്താ ഇവിടെ വിളിക്കുക, ആൻറ്റി കോഡോൺ. ഈ ആൻറ്റി കോഡോൺ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, അത് mRNA കോഡോൺ. mRNAയിൽ എന്താ ഉണ്ടാവുക, mRNAയിലുള്ള 3 ലെറ്ററിനെ നമ്മൾ കോഡോൺ എന്നും അതിൻ്റെ കറസ്പോണ്ടിങ് 3 ബേസ് പ്രസൻറ്റ് ഇൻ tRNA നമ്മൾ എന്തും വിളിക്കുമായിരുന്നു, ആൻറ്റി കോഡോൺ എന്നും വിളിക്കും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫീച്ചർ ഓഫ് ജെനറ്റിക് കോഡ് does allow bacteria to produce human insulin by recombinant DNA technology. അതായത് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീന് ബാക്ടീരിയയിൽ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഇൻസുലിൻ ഉണ്ടാക്കുന്നില്ലേ, ബാക്ടീരിയ നമുക്ക് ഇൻസുലിൻ ഉണ്ടാക്കി തരുന്നില്ലേ, അത് നമ്മളെ ബോഡിയിൽ നിന്ന് ഉണ്ടാക്കുന്ന സെയിം ഇൻസുലിനാണ്. കാരണം എന്താണെന്ന് ചോദിക്കുന്നത്, ബിക്കോസ് ജെനറ്റിക് കോഡ് ഈസ് യൂണിവേഴ്സൽ. ജനിതക കോഡുകളിൽ നിയർലി യൂണിവേഴ്സലാണ്. ദാറ്റ് മീൻസ് U എന്ന് പറയുന്നത് ഫിനൈൽ അലാനിനാണ് കോഡ് ചെയ്യുക ഫ്രം ബാക്ടീരിയ ടു ഹ്യൂമൻ ബീങ്. അതായത് ഈ കോഡോണ് ബാക്ടീരിയയിലും എന്താണ്, U ഫിനൈൽ അലാനിനാണ്, മനുഷ്യനിലും U എന്താണ്, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് യൂണിവേഴ്സൽ. കോഡോൺ യൂണിവേഴ്സൽ ആയതുകൊണ്ട് നമ്മുടെ ജീന് ബാക്ടീരിയയിൽ വെച്ചാൽ mRNAയിലെ കോഡോൺ സെയിം ആയിരിക്കില്ലേ. സോ കോഡോൺസ് സെയിം ആകുമ്പോൾ അതുണ്ടാക്കുന്ന പ്രോട്ടീനും എന്തായിരിക്കും, സെയിം ആയിരിക്കും. കാരണം ബിക്കോസ് കോഡോൺസ് ആർ യൂണിവേഴ്സൽ. ഫ്രം ബാക്ടീരിയ ടു മമേലിയ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് എന്താണ്, കോഡോൺസ് ആർ നിയർലി യൂണിവേഴ്സൽ എന്ന് പറയുക. എക്സെപ്ഷൻ ഉണ്ട്, 2 എക്സെപ്ഷനാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത്. മൈറ്റോകോൺട്രിയൽ കോഡോണിന് ചെറിയ എക്സെപ്ഷൻ ഉണ്ട്, അതേപോലെ ചില പ്രോട്ടോസോവൽ കോഡോൺസിനും എക്സെപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിയർലി എന്ന് യൂസ് ചെയ്തത്, എക്സ്ക്ലൂസീവ്ലി എന്ന് പറയില്ല, നിയർലി ആണ്. ഇനി നോക്കിയ സ്റ്റേറ്റ്മെൻറ്റ് 1, tRNA റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്താണ്, ഇറ്റ്സ് കറസ്പോണ്ടിങ് കോഡോൺ ഓൺ mRNA. അതല്ലേ നമ്മൾ പറഞ്ഞത്, tRNAയിലെ ആൻറ്റി കോഡോൺ ആണ് mRNAയിലുള്ള കോഡോണിനെ റെക്കഗ്നൈസ് ചെയ്യുക. ദർ ഈസ് ആൻ ഇൻഡിവിജ്വൽ tRNA ഫോർ ഈച്ച് കോഡോൺ. ഓക്കെ, ഓരോ കോഡോണിനും ഓരോ ഇൻഡിവിജ്വൽ tRNA ഇല്ലേ. സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ, ദർ ഈസ് ആൻ ഇൻഡിവിജ്വൽ tRNA ഫോർ ഈച്ച് കോഡോൺ. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഇനി ഹൗ മെനി കോഡോൺസ് കോഡ് ഫോർ അമിനോ ആസിഡ്, 61 ആണ്. ടോട്ടലി 4:3 64 കോഡോൺസാണ് ഉള്ളത്. 4 ബേസിൽ mRNAയിൽ ഉണ്ടാവുക, അഡിനീൻ, യുറാസിൽ, ഗുവാനിൻ, സൈറ്റോസിൻ. അതുകൊണ്ട് 4:3 കോമ്പിനേഷൻ, ട്രിപ്ലെറ്റ് ആണല്ലോ ജെനറ്റിക് കോഡ്, ജനിതക കോഡ് ട്രിപ്ലെറ്റ് ആണ്. ആ 64ൽ UAA, UAG, UGA എന്ന് പറയുന്നത് സ്റ്റോപ്പ് കോഡോൺസ് ആണ്, അല്ലെങ്കിൽ ടെർമിനേഷൻ കോഡോൺ ആണ്. ഓക്കെ, സോ ഇതിനെന്തില്ല, ഇത് അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യില്ല. ഈ 3 അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യില്ല. അതുകൊണ്ട് ടോട്ടലി അമിനോ ആസിഡിനെ പ്രതിനിധീകരിക്കുന്ന കോഡോണുകൾ എത്രയേ ഉള്ളൂ, 64ൽ 61 റെപ്രസെൻ്റ് ചെയ്യുള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് വരൂ. RNA പോളിമറൈസ് 1 rRNA ട്രാൻസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 5.8. അപ്പോൾ A എന്ന് പറയുന്ന 3 ആണ്. അപ്പോൾ ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ. RNA പോളിമറൈസ് 2 HNRNA, RNA പോളിമറൈസ് 3 5S rRNA, tRNA, SNRNA ഒക്കെ പഠിച്ചതാണ്. സോ അടുത്തതിലേക്ക് വരൂ. അമിനോ എസൈലേഷൻ ഓഫ് tRNA ഓൾസോ നോൺ ആസ് ചാർജിങ് ഓഫ് tRNA. നമ്മൾ പറഞ്ഞല്ലേ,
tRNAയുടെ 3' എൻഡിൽ ആക്ടിവേറ്റഡ് അമിനോ ആസിഡ് വന്ന് ബൈൻഡ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക? ചാർജിങ് ഓഫ് tRNA. ഇനി നിങ്ങൾ നോക്കിക്കോളേ, ഒരു മെസ്സഞ്ചർ RNAയുടെ എ മെസ്സഞ്ചർ RNA, ഓക്കെ, എ മെസ്സഞ്ചർ RNA ഈസ്, ഒരു മെസ്സഞ്ചർ RNAയിൽ 336 ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള 336 ന്യൂക്ലിയോടൈഡ് ഉണ്ട്, ഇൻക്ലൂഡിങ് AUG ആൻഡ് ടെർമിനേഷൻ കോഡോൺ എന്ന് പറഞ്ഞാൽ ഞാൻ തൽക്കാലത്തേക്ക് UAA കൊടുക്കുകയാണ്. സോ ഇത്രയും ചേർന്നിട്ട് എത്ര ന്യൂക്ലിയോടൈഡുകളാണ് ഉള്ളത്? 336 ഉള്ളത്. ദ നമ്പർ ഓഫ് അമിനോ ആസിഡ് ഇൻ ദ പ്രോട്ടീൻ ട്രാൻസ്ലേറ്റഡ് ഫ്രം ദിസ് RNA. ഈ RNAനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഉണ്ടാവുന്ന പ്രോട്ടീനിൽ എത്ര അമിനോ ആസിഡ് ഉണ്ടാവും? സോ 336 എന്ന് പറഞ്ഞാൽ 3 നൈട്രജൻ ബേസിലല്ലടാ, ഞാൻ ഷെയ്ഡ് ചെയ്യാം. ഈ മൂന്ന് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് 1 അമിനോ ആസിഡ് ആണ്, 1 അമിനോ ആസിഡ്. അപ്പോൾ മൊത്തം എത്രയുള്ളത്? 336 അല്ലേ? അപ്പം ഒരു അമിനോ ആസിഡ് 3 ആണെങ്കിൽ 336/3 എത്രയാ? 1 1 2 112. 112 അമിനോ ആസിഡ് ഉണ്ടാവുന്ന നിങ്ങൾ വിചാരിക്കുന്ന, പക്ഷേ UAA എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നില്ല നമ്മൾ പഠിച്ചു? അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യില്ല. സോ 112 മൈനസ് 1, 112 വേണ്ടിയിരുന്ന, പക്ഷേ ലാസ്റ്റ് 3 എണ്ണം അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യുക. അതായത് 3 ന്യൂക്ലിയോടൈഡ് എന്ത് ചെയ്യുന്നില്ല? അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യില്ല. ദാറ്റ് മീൻസ് 111 എന്ന ആൻസറിൽ വേണം. 111. അതായത് ടോട്ടലി AUG മുതൽ സ്റ്റോപ്പ് കോഡോൺ വരെ എത്ര ബേസ് ഉണ്ടോ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഒന്നങ്ങ് കുറച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ ആ പ്രോട്ടീനിൻ്റെ ഉള്ള അമിനോ ആസിഡിൻ്റെ എണ്ണം കിട്ടും. എന്നാണ് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഡിവൈഡഡ് ബൈ 3 - 1. അതായിരിക്കും അതിലുള്ള പ്രോട്ടീനുള്ള അമിനോ ആസിഡിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡീജനറസി ഓഫ് ദി ജെനറ്റിക് കോഡ്? ഡീജനറസി എന്ന് പറഞ്ഞാൽ എന്താ? മോർ ദാൻ 1 കോഡോൺ കോഡ് ഫോർ സിംഗിൾ അമിനോ ആസിഡ്. എ ഗിവൺ അമിനോ ആസിഡ് ഹാസ് മോർ ദാൻ 1 കോഡോൺ. ഓക്കെ, അതാണ് എന്തെന്ന്? കോഡോൺ ഡീജനറസി എന്നാണ് നമ്മൾ പറയുക. കോഡോൺസ് ആർ ഡീജനറേറ്റ് എന്ന് പറയുന്നത് അതൊരു ജെനറ്റിക് കോഡിൻ്റെ ഒരു സാലിയൻ ഫീച്ചറാണ്. മോർ ദാൻ 1 കോഡോൺ, അത് അങ്ങനെ പറഞ്ഞാൽ എന്താ? UUU ഫീനൈൽ അലാനിൻ അല്ലേ? UUCയും എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ റെപ്രസെൻറ്റ് ഫീനൈൽ അലാനിൻ. ദാറ്റ് മീൻസ് മോർ ദാൻ 1 കോഡോൺ കോഡ് ഫോർ എ സിംഗിൾ അമിനോ ആസിഡ്. അതിനെ നമ്മളെന്ത് പറയുക? കോഡോൺസ് ആർ ഡീജനറേറ്റ് എന്ന് നമ്മൾ പറയും. അടുത്ത നോക്കി, ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? ഇൻ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് DNA, ട്രാൻസ്ക്രിപ്ഷൻ നടത്തുന്ന സമയത്ത് അഡിനീൻ പെയേഴ്സ് വിത്ത് യുറാസിൽ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ DNA RNA ഉണ്ടാകുന്ന പ്രോസസ്സ് അല്ലേ? അപ്പോൾ DNAയിൽ അഡിനീൻ ആണുള്ളതെങ്കിൽ RNAയിൽ തൈമീൻ വരാൻ പാടില്ല. അപ്പോൾ യുറാസിലുമായിട്ടാണ് അത് പെയർ ചെയ്യുക. ശരിയാണ്. DNA റെപ്ലിക്കേഷൻ ഒക്കേഴ്സ് ഡ്യൂറിങ് എസ് ഫേസ് ഓഫ് ദി സെൽ സൈക്കിൾ. അവിടെ G എന്നുള്ളത്. സോ തെറ്റാണ്. എസ് ഫേസിലാണ്, സെൽ സൈക്കിളിലാണ് DNA റെപ്ലിക്കേഷൻ നടക്കുക. അറ്റ് റെപ്ലിക്കേഷൻ 4 പോളിമറൈസേഷൻ ഒക്കേഴ്സ് കണ്ടിന്യൂസ്ലി അറ്റ് 3'5' ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. അതായത് 3'5' ആണ് ടെംപ്ലേറ്റ് എങ്കിൽ 3'5' ആണെങ്കിൽ ഡോട്ടർ സ്റ്റാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ടല്ലേ പോളിമറൈസേഷൻ നടക്കുക. ശരിയാണ്. എൻ ഐഡിയൽ ജെനറ്റിക് മെറ്റീരിയൽ ഷുഡ് അണ്ടർഗോ മ്യൂട്ടേഷൻ അറ്റ് ഫാസ്റ്റർ റേറ്റ്. തെറ്റാണ്. ഐഡിയൽ ജെനറ്റിക് മെറ്റീരിയലിൽ സ്ലോ മ്യൂട്ടേഷനെ നടക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് RNAയിൽ കുറച്ച് സ്പീഡ്. അതുകൊണ്ടാണ് ഭൂമിയിൽ RNA മാറി എന്തിലേക്ക് വന്നത് തന്നെ? ഫാസ്റ്റർ മ്യൂട്ടേഷൻ പാടില്ല. എ സിംഗിൾ അമിനോ ആസിഡ് ക്യാൻ ബി കോഡഡ് ബൈ 1 or more കോഡോൺസ്. അതും ശരിയാണ്. സോ എത്ര സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്? 3 സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ? 1 2 3 എണ്ണം ശരിയാണ്. നോക്കിയേ, ആ ശരിയിൽ ഒന്നുകൂടി നോക്കാൽ. ഇൻ ട്രാൻസ്ക്രിപ്ഷൻ DNA അഡിനീൻ പെയേഴ്സ് വിത്ത് യുറാസിൽ. ശരിയാണ്. അറ്റ് റെപ്ലിക്കേഷൻ 4 പോളിമറൈസേഷൻ ഒക്കേഴ്സ് കണ്ടിന്യൂസ്ലി അറ്റ് ടെംപ്ലേറ്റ്. 3'5' ആയതുകൊണ്ട് ടെംപ്ലേറ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് 3'5' ആകുമ്പോൾ ഡോട്ടർ സ്റ്റാൻഡ് 5'3' ആയിരിക്കൂലേ? അങ്ങനെ ഒരു പുതിയ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ ആയിരിക്കറിയാം? DNA ഡിപ്പെൻഡൻറ്റ് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസിന് അറിയാം. ഓക്കെ, അടുത്തത് ടെർമിനേഷൻ ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിൻ ഏതാടാ? UAA, UAG, UGA. അതുകൊണ്ടാണ് ടെർമിനേഷൻ കോഡോൺസ് എന്ന് വിളിക്കുക. ദർ ഈസ് നോ tRNA ടു റീഡ്. എന്താണ് ടെർമിനേഷൻ കോഡോൺസ്? UAA, UAG, UGA എന്താണ് നമ്മൾ പറയുക? ടെർമിനേഷൻ കോഡോൺസ് അല്ലെങ്കിൽ ടെർമിനേഷൻ കോഡോൺ അല്ലെങ്കിൽ സ്റ്റോപ്പ് കോഡോൺ എന്നാണ് പറയുക. AUG എന്തായിരുന്നു? AUG സ്റ്റാർട്ട് കോഡോൺ.
നിങ്ങൾ യു ജി ജിയും കൂടി പഠിച്ചോളെ. യു ജി ജി ട്രിപ്റ്റോഫാൻ ആണ്, ട്രിപ്റ്റോഫാൻ. 2 അമിനോ ആസിഡിന് മാത്രമേ സിംഗിൾ കോഡോൺ ഉള്ളൂ. 2 അമിനോ ആസിഡിന്, അതായത് മെത്തിയോണിന് എ യു ജി ഉള്ളൂ, ട്രിപ്റ്റോഫാൻ യു ജി ജി ഉള്ളൂ. ഓൺലി 1 കോഡോൺ ഫോർ ട്രിപ്റ്റോഫാൻ ആൻഡ് 1 കോഡോൺ ഫോർ മെത്തിയോണിൻ. അത് നിങ്ങൾ ഓർത്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. എ യു ജിക്ക് ഒരു അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യുള്ളൂ, യു ജി ജിക്ക് ട്രിപ്റ്റോഫാൻ ഒറ്റ എന്ത് ചെയ്യുള്ളൂ, കോഡോൺ മാത്രമേ ഉള്ളൂ. അടുത്തത് യു ടി ആർ പ്രസൻറ്റ് ഓൺ എം ആർ എൻ എ. സോ എം ആർ എൻ എയിൽ എ യു ജി ഉണ്ടാവുമല്ലോ ആദ്യം, സ്റ്റോപ്പ് കോഡോൺ ആയിട്ട് യു എയോ യു എ ജിയോ അല്ലെങ്കിൽ യു ജി എയോ ഉണ്ടാവും, സ്റ്റോപ്പ് കോഡോൺ. അതിന് മുന്നേ നിങ്ങൾ നോക്കിക്കോ, ഞാൻ ബ്ലൂ കളറിൽ ചില ബേസൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടോ. ഇത് ട്രാൻസ്ലേഷൻ, പ്രോട്ടീൻ സിന്തസിസിൻ്റെ ഭാഗമല്ല, ട്രാൻസ്ലേഷന് ഇടപെടാത്ത ഭാഗമാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ യു ടി ആർ എന്നാണ് പറയുക. ഈ രണ്ടിന് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ്, അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ്. സോ അതെവിടെയാണ് ഉണ്ടാവുക, അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് അറ്റ് ബോത്ത് 5' end ആൻഡ് 3' end. സോ 5' എൻഡിലും 3' എൻഡിലും നമുക്ക് ആരെ കാണാൻ പറ്റും, അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ. ഇതാണ് ചോദ്യം, എന്താണ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ പ്രസൻറ്റ് ഇൻ എം ആർ എൻ എ റെഫേഴ്സ് ടു. യു ടി ആർ എന്നാണ് റെഫർ ചെയ്യുന്നത് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ, ഇറ്റ് ഈസ് പ്രസൻറ്റ് അറ്റ് 5' end ആൻഡ് 3' end. അടുത്ത് നോക്കി, സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഹാവിങ് ദ സൈറ്റ് ഫോർ എ ഗിവൺ പ്രോസസ് ഇൻ യൂകാരിയോട്സ്. കറക്റ്റ് ആയിട്ടുള്ളതാണ് ദ കറക്റ്റ് ഓപ്ഷൻ ഹാവിങ് സൈറ്റ്സ് ഫോർ ഗിവൺ പ്രോസസ്. അതായത് ഒരു പ്രോസസ്സ് നടക്കേണ്ട അതിൻ്റെ സൈറ്റ് തന്നെയാണോ മാച്ച് ചെയ്യുന്നതാണ് നിങ്ങൾ നോക്കേണ്ടത്. സൈറ്റോപ്ലാസം, ട്രാൻസ്ക്രിപ്ഷൻ സൈറ്റോപ്ലാസിലാണ് നടക്കുക, ശരിയാണ്. ട്രാൻസ്ലേഷൻ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക ന്യൂക്ലിയോപ്ലാസിൽ, അപ്പോൾ അത് തന്നെ തെറ്റി. രണ്ടാമത്തെ നോക്കിയേ, ട്രാൻസ്ക്രിപ്ഷൻ ന്യൂക്ലിയസ്, ട്രാൻസ്ലേഷൻ സൈറ്റോപ്ലാസ്, അതാണ് ശരി. പ്രോട്ടീൻ സിന്തസിസ് സൈറ്റോപ്ലാസത്തിലും ട്രാൻസ്ക്രിപ്ഷൻ ന്യൂക്ലിയസിലും അല്ലേ നടക്കുക, സോ അതാണ് മാച്ച് ആകുന്നത്. ഒന്നാമത്തെ തെറ്റാണ്. ട്രാൻസ്ക്രിപ്ഷൻ സൈറ്റോപ്ലാസത്തിലും ട്രാൻസ്ലേഷൻ ന്യൂക്ലിയോപ്ലാസിലുമാണ്. പ്രോട്ടീൻ സിന്തസിസ് നടക്കുക സൈറ്റോപ്ലാസിലാണ്. ഇനി സെലക്ട് ദ കറക്റ്റ് മാച്ച്. അലക് ജെഫ്രി എന്തായിരുന്നു, ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് ആണ് വേണ്ടിയിരുന്നത്, അത് പക്ഷേ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് നല്ല തന്നത്. ഇനി കറക്റ്റ് മാച്ചല്ലേ നോക്കേണ്ടത്. ആൽഫ്രഡ് ഹെർഷെ ആൻഡ് മാർത്ത ചേസ് ഇവരെന്നാ കണ്ടുപിടിച്ചത്, അവർ ഡി എൻ എ ജനറ്റിക് മെറ്റീരിയലാണെന്ന് കണ്ടുപിടിച്ചത്. ടൊബാക്കോ മൊസൈക്ക് വൈറസിനെ കണ്ടുപിടിച്ച ആളല്ല. മാത്യു മിസൽസൺ ആൻഡ് സ്റ്റാൾ അവർ പയർച്ചെടിയിൽ വർക്ക് ചെയ്ത ആളാണ്, അത് ഗ്രിഗർ ജൊഹാൻസൺ മെൻഡലാണ്. അപ്പോൾ ശരി, ഇതാണ്. ഫ്രാൻസിസ് ജാക്കബ് ആൻഡ് മൊണോഡ്, ലാക്ക് ഓപ്പറോൺ കണ്ടുപിടിച്ച ആളാണ് ആര്, ജാക്കബ് ആൻഡ് മൊണോഡ്. ജാക്കബ് എന്ന് പറയുന്നത് ഒരു ജെനറ്റിസ്റ്റ് ആയിരുന്നു, മൊണോഡ് എന്ന് പറയുന്നത് ഒരു ബയോകെമിസ്റ്റ് ആയിരുന്നു. എന്തായിരുന്നു, ബയോകെമിസ്റ്റ്. അവരാണ് പ്രോകാരിയോട്സിൻ്റെ ലാക്ക് ഓപ്പറോൺ അല്ലെ പ്രോകാരിയോട്സിൻ്റെ ജീൻ റെഗുലേഷൻ ട്രാൻസ്ക്രിപ്ഷൻ ലെവലിൽ നടക്കുന്നത് നമുക്ക് ആദ്യമായി പഠിപ്പിച്ചതല്ലേ, ലാക്ക് ഓപ്പറോൺ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നോക്കി, ദ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇൻ യൂകാരിയോട്സ്. അതായത് ജീൻ എക്സ്പ്രഷൻ ഓഫ് യൂകാരിയോട്ടിക് ജീൻ റെഗുലേഷനെ കൺട്രോൾ ചെയ്യുന്നത് 4 ലെവലിലാണെന്ന് NCERT ടെക്സ്റ്റിൽ കറക്റ്റ് 1, 2, 3, 4 എന്ന് എഴുതി തന്നിട്ടുണ്ട്. അത് തന്നെയാണിത്, അതേപോലെ ഇങ്ങനെ എടുത്തതാണ്. ട്രാൻസ്ക്രിപ്ഷൻ ലെവൽ, പ്രോസസ്സിംഗ് ലെവൽ, ട്രാൻസ്പോർട്ട് ലെവൽ ആൻഡ് ട്രാൻസ്ലേഷൻ ലെവൽ. 4 ലെവലിലും ജീനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, യൂകാരിയോട്സിൻ്റെ കേസാണ്. സോ ജീൻ ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് വേരിയസ് ലെവൽ. നമ്മളെ കേസിൽ മെയിനായിട്ടും ജീൻ റെഗുലേഷൻ നടക്കുന്നത് എത്ര ലെവലിലാണ്, 4 ലെവലിലാണ്. ട്രാൻസ്ക്രിപ്ഷൻ ലെവൽ, പ്രോസസ്സിംഗ് ലെവൽ, ട്രാൻസ്പോർട്ട് ലെവൽ ആൻഡ് ട്രാൻസ്ലേഷൻ ലെവൽ. അപ്പോൾ ഏതാണ്, അപ്പോൾ ഓൾ ഓഫ് ദീസ് എന്നുള്ളതാണ്. ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻ ഏതാണ്, എല്ലാം ഉണ്ട്. സോ ഓൾ ഓഫ് ദീസ് എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓൾ ദി ഫോളോയിങ് ആർ പാർട്ട് ഓഫ് ഓപ്പറോൺ എക്സെപ്റ്റ് എൻഹാൻസർ. ഒരു ഓപ്പറോണിൽ ആരൊക്കെയാണ് ഉണ്ടാവുക, ഓപ്പറോൺ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കറിയാം, ലാക്ക് ഓപ്പറോൺ ഞാനിവിടെ വരക്കാം, IPOZYA. ഈ ZYA എന്ന് പറയുന്നത് എന്താണ്, സ്ട്രക്ചറൽ ജീൻ. അപ്പോൾ സ്ട്രക്ചറൽ ജീൻസ് ഉണ്ട്, 3 സ്ട്രക്ചറൽ ജീൻസ് ഉണ്ട് ലാക്ക് ഓപ്പറോണിൽ. ZYA. ഓപ്പറേറ്റർ ഉണ്ടല്ലോ, ഇതാണ് O എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉണ്ട്. പ്രൊമോട്ടർ P ഉണ്ടല്ലോ, പ്രൊമോട്ടറും ഉണ്ട്. അതുകൂടാതെ റെഗുലേറ്റർ ജീനും ഉണ്ട്. ഓക്കെ ആണല്ലോ. എൻഹാൻസർ എവിടെയും കാണുന്നുണ്ടോ, സോ എൻഹാൻസർ ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ഓപ്പറോൺ. ഇനി അടുത്തത് ലാക്ക് ഓപ്പറോണിൻ്റെ ഒരു ഫിഗറാണ്. ലേബൽ എൻസൈം പാർട്ടിസിപ്പേറ്റഡ് ഇൻ ലാക്ക് ഓപ്പറോൺ. ലാക്ക് ഓപ്പറോണിൽ 3 ജീനല്ലേ ഉള്ളത്, എൻസൈം കോഡിങ് ജീൻ. ഏതൊക്കെയാ, ഒന്ന് Z ജീൻ, Y ജീൻ, A ജീൻ. Z ജീൻ എന്നാ ഉണ്ടാക്കുക, Z ജീനാണ് ശരിക്കും കാറ്റബോളൈസ് നടത്തുന്നത്, ബീറ്റ ഗാൽ. അപ്പോൾ A ഞാനിവിടെ എഴുതാം,
എ ബീറ്റ ഗാലക്ടോസൈഡേസ് ആണ്. ബീറ്റ ഗാലക്ടോസൈഡേസ്. ബി എന്ന് പറയുന്നത് വൈജീൻ അല്ലേ? വൈജീൻ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഏതാ? പെർമിയേസ്. ഓക്കെ, പെർമിയേസ് ബി. ഇനി സി എന്ന് പറയുന്നത് എ ജീൻ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അല്ലേ? സി എന്ന് പറയുന്നത് അത് ട്രാൻസ് അസറ്റൈലേസ്. ട്രാൻസ് അസറ്റൈലേസ്. അപ്പോൾ ഇതിങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. എ ബീറ്റ ഗാലക്ടോസൈഡേസ്, പെർമിയേസ്, ട്രാൻസ് അസറ്റൈലേസ് എന്ന് പറയുന്ന ഓപ്ഷൻ 2 ആണ്. സോ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഇതിൽ നിങ്ങൾ ഓർക്കേണ്ടത് ദ റിയൽ കറ്റബോളൈസിങ് എൻസൈം, അതായത് ലാക്ടോസിനെ മുറിച്ച് ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കുന്ന റിയൽ കറ്റബോളൈസിങ് എൻസൈം ഏതാണെന്ന് വെച്ചാൽ ഏത് എഴുതാനാവുള്ളൂ? ബീറ്റ ഗാലക്ടോസൈഡേസ്. ഓക്കെ, പെർമിയേസ് ബാക്ടീരിയൽ സെൽ മെംബ്രെയിൻ്റെ ലാക്ടോസിൻ്റെ പെർമിയബിലിറ്റി കൂട്ടുന്ന ആൾ മാത്രം. മുറിക്കുന്നതാരാ? ഗ്ലൈക്കോസിഡിക് ബോണ്ട് മുറിക്കുന്നതാരാ? ബീറ്റ ഗാലക്ടോസൈഡേസ് എന്ന് പറയുന്ന എൻസൈമാണ്. സോ ഇതിൽ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടത്, ലാക്കോപ്പറോണിൻ്റെ ഇൻഡ്യൂസർ ആരാണെന്ന് ചോദിക്കാം. ഇൻഡ്യൂസർ ഓഫ് ലാക്കോപ്പറോൺ അതാരാണ്? ലാക്ടോസ് അല്ലെങ്കിൽ അല്ലോ ലാക്ടോസ്. എന്താണ്? അല്ലോ ലാക്ടോസ്. അതും കൂടി ഒന്ന് ഓർക്കുക മക്കൾ. DNA പോളിമോർഫിസം. DNA പോളിമോർഫിസം എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ഫിംഗർ പ്രിൻറ്റിങ്ങിലും കണ്ടിട്ടുണ്ട്, അതേപോലെ HGP ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിലും കണ്ടിട്ടുണ്ട്. DNA പോളിമോർഫിസം ഫോം ദി ബേസിസ് ഓഫ് ജനറ്റിക് മാപ്പിങ്ങിൽ നമുക്ക് DNA പോളിമോർഫിസത്തിൻ്റെ ആവശ്യമുണ്ട്, DNA ഫിംഗർ പ്രിൻറ്റിങ്ങിലും ആവശ്യമുണ്ട്. സോ ബോത്ത് ജനറ്റിക് മാപ്പിംഗ് ആൻഡ് DNA പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താ? വേരിയേഷൻ അതായത് ഇൻഹെറിറ്റബിൾ വേരിയേഷൻ അറ്റ് ജനറ്റിക് ലെവൽ. ഇതിനെ പോളിമോർഫിസം എന്ന് പറയും. ജനറ്റിക് വേരിയേഷൻ എന്നാണ്. ജനറ്റിക് ലെവൽ വേരിയേഷൻ ദാറ്റ് ആർ ഇൻഹെറിറ്റബിളി, അത് പാരമ്പര്യമായി പ്രേഷണം ചെയ്യുന്നും കൂടി ഉണ്ടെങ്കിൽ നമ്മളതിനെ പോളിമോർഫിസം, DNA പോളിമോർഫിസം എന്നാണ് വിളിക്കുക. ഇനി അടുത്തത്, ഇഫ് എ ജെനറ്റിസ്റ്റ് യൂസ് എ ബ്ലൈൻഡ് അപ്രോച്ച് എന്ന് കണ്ടാൽ തന്നെ ഞാനപ്പോൾ തന്നെ ആൻസർ ചെയ്തു. എന്താണെന്നറിയോ? എന്താണ്? സീക്വൻസ് അനോട്ടേഷൻ. ബ്ലൈൻഡ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് HGPയിലുള്ളതാണ്. HGPൻ്റെ മെത്തഡോളജിയിൽ 2 ഉണ്ട്. ഒന്ന് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗും ഉണ്ട്, സീക്വൻസ് അനോട്ടേഷൻ. സീക്വൻസ് അനോട്ടേഷനിൽ വി ആർ ഐഡൻറ്റിഫൈങ് ബോത്ത് കോഡിംഗ് ആൻഡ് നോൺ കോഡിംഗ് റീജിയൻസ്. അതുകൊണ്ടല്ലേ ജെനറ്റിക്സ് യൂസ് ബ്ലൈൻഡ് അപ്രോച്ച് ഫോർ സീക്വൻസിങ് ജീനോം ഓഫ് എൻ ഓർഗാനിസം ഫോളോഡ് ബൈ അസൈൻമെൻറ്റ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ഡിഫറെൻറ്റ് മെത്തഡോളജി. സോ സീക്വൻസ് അനോട്ടേഷനിൽ ഇത് DNA ആണെന്ന് വെച്ചോ. സീക്വൻസ് അനോട്ടേഷനിൽ കോഡിംഗ് റീജിയനും ഉണ്ടാകും, നോൺ കോഡിംഗ് റീജിയനും ഉണ്ടാകും. അതിനെ രണ്ടിനും ബ്ലൈൻഡായിട്ട് എല്ലാം മൊത്തം അനലൈസ് ചെയ്യുക. അതാണ് ഇത് ബ്ലൈൻഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതേസമയം എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ് എന്താ? DNA സെഗ്മെൻറ്റ്. ഇതൊരു DNA സെഗ്മെൻ്റ് ആണെന്ന് വെച്ചോ, അത് RNA ആയി എക്സ്പ്രസ് ചെയ്യുന്നു. സോ RNA എക്സ്പ്രസ് ചെയ്യുന്ന ജീനിൻ്റെ സീക്വൻസ് പഠിക്കുന്നതുമാണ് എന്ത്? സീക്വൻസ് അനോട്ടേഷൻ. പക്ഷേ ഒരു കണ്ണുപൊട്ടൻ അപ്രോച്ചിൽ ഒരു ബ്ലൈൻഡായിട്ട് എല്ലാം പഠിക്കുക, ബോത്ത് കോഡിങ് ആൻഡ് നോൺ കോഡിങ് നമ്മൾ സീക്വൻസ് ചെയ്യുന്ന മെത്തേഡാണ് ഏത്? സീക്വൻസ് അനോട്ടേഷൻ. 1990 മുതൽ 2003 വരെ 13 വർഷം നീണ്ട ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ഏത്? ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. ഇനി നോക്കിയേ, DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഇൻവോൾവ്സ് identifying differences in some specific region in DNA sequence called repetitive DNA. ഇത് DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ 121ാമത്തെ പേജ് +2 NCERT. അതിൽ എന്താണ്? സെക്കൻഡ് പാരഗ്രാഫിലെ ഫസ്റ്റ് ലൈന് മക്കളൊന്ന് വായിച്ചാൽ അതേ സാധനമാണ്. നിങ്ങളെല്ലാവരും സാറ്റലൈറ്റ് DNA എന്ന് എഴുതാനാണ് സാധ്യത, പക്ഷേ ഇതാണ് ശരി. repetitive DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈങ് ദ ഡിഫറൻസ് ഇൻ certain sequence called repetitive DNA. അടുത്തത് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദോസ് സീക്വൻസസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് mRNA അത് കണ്ടുപിടിക്കുന്ന പ്രോസസ്സ്. ജീൻസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് mRNA കണ്ടുപിടിക്കും. അതായത് ഒരു DNAയിൽ എന്താണ് RNA ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ജീനുകളുടെ സീക്വൻസ് കണ്ടുപിടിക്കും. RNA ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ജീനുകളെ മാത്രം കണ്ടുപിടിക്കുന്നതാണ് ഏത്? എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ് അല്ലെ EST എന്ന് നമ്മൾ പറയും. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെഫറൻസ് ടു ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. HGPൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. സെലക്ട് ദ റോങ് ചോയ്സ്. ഇതിലേതോ റോങ് ചോയ്സ് ഉണ്ട്, നോക്കാലോ. സയൻറ്റിസ്റ്റ് ഐഡൻറ്റിഫൈഡ് 1.4 മില്യൺ ലൊക്കേഷൻസ് വെയർ സ്നിപ്സ് ആർ പ്രസൻറ്റ്. അതായത് സിംഗിൾ ന്യൂക്ലിയോ SNP എന്ന് പറഞ്ഞാൽ സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം ഉള്ള 1.4 മില്യൺ ലൊക്കേഷൻസ് ഹ്യൂമൻ ജീനോമിലുണ്ടെന്ന് പറയുന്നു. ശരിയാണ്.
ദ ഹ്യൂമൻ ജീനോം കൺസിസ്റ്റ് ഓഫ് 3164.7 മില്യൺ ബേസ് പെയർ. അതും ശരിയല്ലേ, 3164.7 മില്യൺ ബേസസ് ആണ് നമ്മുടെ ഹ്യൂമൻ ജീനോമിൽ. ദ ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് എസ്റ്റിമേറ്റഡ് വാസ് 30,000. നമ്മളെ ബോഡിയിൽ ഒരു സെല്ലിൽ 30,000 ജീനാണുള്ളത്. ശരിയായിരുന്നു. അപ്പോൾ ഇതാണ് സെറ്റ്. മോർ ദാൻ 2% ഓഫ് ദി ജീൻ കോഡ് ഫോർ പ്രോട്ടീൻ. ഇവിടെ വേണ്ടിയിരുന്നത് ലെസ് ദാൻ 2% ഓഫ് ദി ജീനോം. നമ്മുടെ ജീനോമിൽ 2% കുറവ് ജീനോമിൻ്റെ കോമ്പോണൻറ്റ് മാത്രമേ എന്തായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ, പ്രോട്ടീനെ പ്രതിനിധാനം ചെയ്യുന്നുള്ളൂ. അടുത്തത് VNTR refers to variable number of tandem repeats. Variable number of tandem repeats. VNTR is a mini satellite എന്നുള്ളതും കൂടി മക്കൾ ഓർമ്മിച്ചോ, മിനി സാറ്റലൈറ്റ്. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഗോൾ ഓഫ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ ഗോൾ അല്ലാത്തത് എന്ത്? ഒന്നെന്നാ സീക്വൻസ് ദ ജീനോം. ജീനോമിനെ സീക്വൻസ് ചെയ്യുക, ഉറപ്പായും അത് ഗോളാണ്. ടു എലിമിനേറ്റ് ഓൾ ഡിസീസ്. എല്ലാ രോഗങ്ങളും എലിമിനേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടാണോ നമ്മൾ HGP നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചല്ല. നമ്മൾ ജീനോം സീക്വൻസ് ചെയ്യുക, അതിനുശേഷം ജീനുകൾ കണ്ടുപിടിക്കുക, എത്തിക്കൽ, ലീഗൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുക, ഡെവലപ്പ് ടൂൾസ് ഫോർ ഡാറ്റ അനാലിസിസ് ചെയ്യുക. സോ എലിമിനേറ്റ് ഡിസീസ് അതിൻ്റെ ഒരു ലക്ഷ്യമേ ആയിരുന്നില്ല HGPൻ്റെ. വിച്ച് ഈസ് ദ ബേസിസ് ഓഫ് ജെനറ്റിക് മാപ്പിംഗ് ഓഫ് ഹ്യൂമൻ ജീനോം ആസ് വെൽ ആസ് DNA ഫിംഗർ പ്രിൻറ്റിങ്. എന്താണ്? ദാറ്റ് ഈസ് പോളിമോർഫിസം ഇൻ DNA സീക്വൻസ്. DNA സീക്വൻസിലുള്ള പോളിമോർഫിസാണ് നമ്മൾ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ആയാലും ശരി DNA ഫിംഗർ പ്രിൻറ്റിങ് ആയാലും നമ്മൾ പഠിക്കും. നമ്മൾ DNA പോളിമോർഫിസം നേരത്തെ പറഞ്ഞല്ലോ. ഇനി ഐസോടോപ്പ് യൂസ്ഡ് ബൈ ഹെർഷേ ആൻഡ് ചേസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഐസോടോപ്പ് ഏതൊക്കെയായിരുന്നടാ? P32 ആൻഡ് S35. S35 വെച്ചിട്ട് നമ്മൾ പ്രോട്ടീൻ ലാബൽ ചെയ്തു, P32 വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ഹെർഷേ ആൻഡ് ചേസ് DNA ലാബൽ ചെയ്തു. അപ്പോൾ P32 ആൻഡ് S35 ആണ് ആൻസർ. ഇനി ഒന്ന് നോക്കി, ഏവറേജ് ജീൻ കൺസിസ്റ്റ് ഓഫ്. ഒരു ജീനിൽ ഏവറേജ് എത്ര ബേസ് ഉണ്ടാവും? നമ്മൾ പഠിച്ച 3000 ബേസസ്. ബട്ട് ദെയർ സൈസ് വാരി ഗ്രേറ്റ്ലി. പക്ഷെ അവരുടെ സൈസ് ഭയങ്കര വ്യത്യാസമുണ്ട്. വിത്ത് ദ ലാർജസ്റ്റ് ഹ്യൂമൻ ജീൻ ബീയിങ് ഡിസ്ട്രോഫിൻ ജീനാണ്. എന്താണ്? ഡിസ്ട്രോഫിൻ ജീൻ. ഡിസ്ട്രോഫിനാണ്. അതിൽ എത്ര ബേസ് പെയറാണ്ടത്? ഏറ്റവും വലിയ ജീൻ ഏതാടാ? ഡിസ്ട്രോഫിൻ. അതിൽ 2.4 മില്യൺ ബേസസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയേ, 3000 രണ്ടെണ്ണം ഉണ്ട്, ഡിസ്ട്രോഫിന് 2 എണ്ണം ഉണ്ട്, 2.4 മില്യൺ ബേസ്. അപ്പോൾ ഉത്തരം ഏതാടെ വരിക? ഫസ്റ്റ് വൺ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ മോളിക്കുലാർ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 75ഓളം ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലെയുള്ള കുറച്ചുകൂടി ചോദ്യങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ മക്കളെ NCERT ബേസ്ഡ് ആയിട്ടുള്ള ബുക്കുകളിൽ സമയം കിട്ടുവാണെങ്കിൽ ചെയ്ത് നോക്കണം. കാരണം 4, 5, 6 മിക്കവാറും ഒരു 6 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒന്നേ മനസ്സിലാക്കേണ്ടു, നിങ്ങൾക്കൊരു 6 ചോദ്യം നിങ്ങൾ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ വാങ്ങണമെങ്കിൽ മിനിമം 4 ചാപ്റ്റർ പഠിക്കണം. മിനിമം 4 ചാപ്റ്റർ പഠിച്ചാലാണ് ഫിസിക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? 6 ചോദ്യങ്ങളൊക്കെ കിട്ടുള്ളൂ. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഗംഭീരമായിട്ട് എന്ത് ചെയ്യുക? മോളിക്കുലാർ ബേസിസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഭയങ്കര ടൈം ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തിയറിയിലേക്കൊന്നും പോയില്ല. നമ്മൾ പക്കയായിട്ടുള്ള കിടിലായിട്ടുള്ള 75 ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? കടന്നു പോവുകയാണ് ചെയ്തത്. സോ ഈ ചാപ്റ്റർ എന്ത് ചെയ്യണം? നിങ്ങൾ തകർത്ത് പഠിക്കണം.